നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമം ഈ രാത്രിയിൽ ഉയർത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ ബഹുമാന്യരായ ദൈവത്തിൻ്റെ ദാസന്മാർ, കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ, മനോഹരമായ ഗാനങ്ങളെ പാടി നമ്മെ സന്തോഷിപ്പിക്കുന്ന കോയം ടീമിലെ പ്രിയ സഹോദരന്മാർ, ഈ ശബ്ദപരിധിയിൽ ഇരുന്നു കൊണ്ട് എന്നെ ശ്രവിക്കുന്ന പരിസരക്കാരായ ബഹുമാന്യ ശ്രോതാക്കൾ, എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുകയാണ്. കാലാവസ്ഥയുടെ പ്രതികൂലത്തിൻ്റെ നടുവിലും വചന കേൾവിക്കായി പ്രാർത്ഥനയോടെ കടന്നു വന്ന ദൈവജനത്തെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കാം. വളരെ ചുരുങ്ങിയ മിനിറ്റുകൾ മാത്രമാണ് എൻ്റെ മുന്നിൽ ശേഷിക്കുന്നത്. വേഗത്തിൽ ഈ രാത്രിയിലെ ദൈവിക സന്ദേശത്തിനായി നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഈ രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് ആധാരമായി വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് ഒരു വേദഭാഗം വായിച്ചു കേൾപ്പിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. മൈക്കിൽ കൂടെ വേദഭാഗം വായിച്ചു സഹായിക്കും. ഈ രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് ആധാരമായി യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വേദഭാഗം ഇപ്പോൾ മൈക്കിൽ കൂടെ വായിച്ച് സഹായിക്കും. യോഹന്നാൻ 14:3. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. യേശു പറഞ്ഞു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. തണുപ്പിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടാണോ എന്നെനിക്കറിയില്ല, അത് കേട്ടിട്ട് ആർക്കും ഒരു സ്വോത്രമൊന്നുമില്ല. കാരണം യേശു വരുന്നു എന്ന് പറയുമ്പോൾ ആ വാക്ക് കേട്ടാൽ ആത്മാവിലാകുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് ഇതൊക്കെ ഇട്ടേച്ച് പോകേണ്ടി വരുമോ എന്ന് പേടിച്ചിട്ടാണോ എന്നറിയില്ല, ഇത്തരത്തിലുള്ള വാക്കുകൾക്കൊന്നും ഇന്ന് പെന്തക്കോസ്തുകാരുടെ ഇടയിൽ സ്തോത്രമൊന്നുമില്ല. എന്നാൽ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രത്യാശയ്ക്ക് വകയുള്ള ഒരു വാക്കാണ് ഞാനിവിടെ വായിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ, പ്രാണനെ തന്നു വീണ്ടെടുത്ത നാഥൻ വേഗത്തിൽ തൻ്റെ സഭയെ ചേർക്കാൻ മടങ്ങി വരാൻ പോവുകയാണ്. വളരെ വർഷങ്ങളായി കേൾക്കുന്നു പലരും, യേശു വരുന്നു, യേശു വരുന്നു. എന്റെ ചെറുപ്പകാലത്ത് മറ്റുള്ള പലരും പറഞ്ഞ് ഞാനും കേട്ടു പറഞ്ഞൊരു വിഷയമാണ് യേശു വരുന്നു. പെന്തക്കോസ്ത പാരമ്പര്യം അവകാശപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരും നാളുകളായി കേൾക്കുന്നു യേശു വരുന്നു. ഒരിക്കൽ തിരുവനന്തപുരത്ത് ഒരു കൺവെൻഷന് പ്രസംഗിക്കാൻ പോയ സമയത്ത് യേശു വേഗം വരുന്നു എന്നുള്ള പാട്ടുകാരുടെ പാട്ടിൻ്റെ നരേഷൻ അവർ പറഞ്ഞു, നമ്മളിൽ കേൾക്കാൻ പോകുന്ന പാട്ടിൻ്റെ ആ പ്രത്യാശ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് വേഗത്തിൽ വരാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പാടാൻ പോകുന്ന പാട്ടിനെ കുറിച്ചുള്ള നരേഷൻ അവർ പറയുമ്പോൾ ഞാൻ പാട്ട് കേട്ടുകൊണ്ട് ഓഡിയൻസിൽ ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. കാരണം ആരാധനയാകുമ്പോൾ സ്റ്റേജിലോട്ട് കയറിയാൽ മതിയല്ലോ എന്ന ചിന്തയിൽ ആ ദേശത്തുള്ള ക്രൈസ്തവരല്ലാത്ത ചില പ്രിയപ്പെട്ട ചെറുപ്പക്കാര് പാട്ട് കേട്ട് ആസ്വദിച്ചു നിൽക്കുമ്പോഴാണ് ഈ
കൊയർ ടീം ഈ നരേഷൻ പറയുന്നത് നമ്മുടെ കർത്താവ് വരാൻ പോവുകയാണ്. ഇത് കേട്ട ഉടനെ ആ ചെറുപ്പക്കാർ തമ്മിൽ തിരുവനന്തപുരത്തിന് തെക്കേയറ്റത്ത് പാറശാലയ്ക്കടുത്ത് ചെങ്കവിള എന്ന് പറഞ്ഞ സ്ഥലത്താണ് സംഗതി. ഈ ചെറുപ്പക്കാർ തമ്മിൽ ഉടനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ് ചിരിച്ചുകൊണ്ട്, യവന്മാര് കുറെ നാളുകളുണ്ട് പറയണേ യാശ് വരും യാശ് വരും. യാശ് വരട്ടെ, യവന്മാരങ്ങോട്ട് പോട്ടെ, നമ്മളിപ്പോ പോണില്ല, എന്തൊരു പറ്റാനാണ് എന്ന് പറഞ്ഞാൽ ഇത് വളരെ നാളുകളായി പറഞ്ഞു കേട്ട് കേട്ട് ഇപ്പൊ പെന്തിക്കോസുകാർക്ക് പോലും സംശയമായിരിക്കുക യേശു വരുമോ ഇല്ലയോ. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വിശദാംശങ്ങൾ പിന്നാലെ വിശദീകരിക്കാം. അപ്പോൾ വാസ്തവത്തിൽ യേശു വരുമോ ഇല്ലയോ എന്ന രാത്രിയിലെ ചിന്താ വിഷയം ഒരു കുഞ്ഞിന് പോലും മനസ്സിലാകുന്ന ഏറ്റവും ലളിതമായ ഭാഷയിൽ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. എൻ്റെ പേര് ഷമീർ എന്നാണ്. പേരുകൊണ്ട് തന്നെ വാക്കും ഭാഷണവും കൂടാതെ എൻ്റെ പശ്ചാത്തലം കേൾക്കുന്നവർക്ക് മനസ്സിലാകും. കാരണം ഷമീർ എന്ന് പേരുള്ളൊരു ക്രിസ്ത്യാനി ഉള്ളതായി കേട്ടിട്ടില്ല. അപ്പോൾ തന്നെ പശ്ചാത്തലം മനസ്സിലായി, ഓനൊരു കാക്കായല്ലയോ? ആയിരുന്നു. 2002 വരെ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടു. 2002 വരെ ഇസ്ലാമിക സമുദായ പശ്ചാത്തലങ്ങളിൽ ജീവിക്കുന്ന കാലത്ത് യേശു ദൈവമാണെന്ന് പറഞ്ഞ് ഒരുത്തൻ എൻ്റെ അടുക്ക വന്നാൽ അവന്റെ ചെവിക്കല്ലിന് ആദ്യത്തടി ഞാൻ കൊടുക്കും എന്ന മനോഹരമായ സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു. കാരണം യേശുക്രിസ്തു ഒരു പ്രവാചകൻ മാത്രമാണെന്നും യേശു സൃഷ്ടാവല്ല സൃഷ്ടിയാണെന്നും യേശുവിനെ ഒരിക്കലും ദൈവമെന്ന് വിളിക്കാൻ കഴിയില്ല എന്നും കുഞ്ഞു പ്രായം മുതൽ മദ്രസയിൽ പഠിച്ചു വളർന്ന അറിവ് ഹൃദയത്തിനകത്ത് ഇരിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഒരു മുസൽമാനോട് യേശു ദൈവമാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കില്ല. എന്നാൽ ഇന്ന് 10-13 വർഷമായി വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങി പല യാത്രകളിലുമൊക്കെ പല വിധത്തിലുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞപ്പം പിന്നെ മുസ്ലിങ്ങളെ പറയുന്നതുകൊണ്ട് അവരങ്ങനെ പറയുന്നതിൽ വലിയ അത്ഭുതമൊന്നും എനിക്കിപ്പോൾ തോന്നുന്നില്ല. കാരണം ഇവിടെ ക്രിസ്ത്യാനിയോട് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല, പിന്നെ മുസ്ലിമിനോട് പറഞ്ഞിട്ട് കാര്യമുണ്ട്. ഇവിടെ ഞങ്ങൾ ജനിച്ചത് ക്രിസ്ത്യാനിയാണോ സുറിയാനിയാണെന്നും പറഞ്ഞ് കോളർ പിടിച്ചിരിക്കുന്ന ഇവിടുത്തെ പല അച്ചാച്ചന്മാരോട് ഇത് പറഞ്ഞിട്ട് അവർക്ക് പിടികിട്ടുന്നില്ല. പിന്നെ അള്ളാഹുവിനെ വിശ്വസിച്ചും ആരാധിച്ചും മുന്നോട്ട് വന്നൊരു മുസൽമാനോട് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകത്തില്ല. എന്നാൽ അങ്ങനെയൊരു പശ്ചാത്തലത്തിൽ നല്ല യൗവന പ്രായത്തിൽ ഒരുപറ്റം കൂട്ടുകാരുമായി കൊല്ലത്ത് പള്ളിത്തോട്ടം തങ്കശ്ശേരി കടപ്പുറ തീരദേശങ്ങളിൽ 16-17 വയസ്സിൽ തുടങ്ങിയ മദ്യപാനം കൂട്ടുകാരുമായി പിരിവിട്ട് കുപ്പിയെടുത്ത് മദ്യപിച്ചും രാത്രികാലങ്ങളിൽ നാട്ടുകാരുടെ മരച്ചീനിയും തേങ്ങയും കരിക്കുമൊക്കെ ചാക്കിലാക്കിയും വർഷാവർഷം അമ്പലത്തിലെ ഉത്സവത്തിനും പള്ളി പെരുന്നാളിനും പലരോടുമുള്ള വൈരാഗ്യം തീർക്കുവാൻ കൊച്ചു കൊച്ചു കൊട്ടേഷൻ പരിപാടിയായി ഉടുപ്പിന്റെ പുറകിൽ കൊച്ചു വിച്ചാത്തിയും ബെൽറ്റിന് പകരം സൈക്കിളിന്റെ ചെയിനും ഒക്കെ അരയത്തിരികി തല്ലും ബഹളവുമായി വാപ്പയ്ക്കും ഉമ്മയ്ക്കും പെങ്ങന്മാർക്കുമൊക്കെ തലവേദനയായി ജീവിച്ച ഒരു ഭൂതകാലം എൻ്റെ ജീവിതത്തിലുണ്ട്. ആ കാലങ്ങളിൽ ലോകത്തിൽ ആർക്കും മാറ്റുവാൻ കഴിയാത്ത നിലവാരത്തിൽ എല്ലാവരാലും വെറുക്കപ്പെട്ട സ്വഭാവത്തിൻ്റെ ഉടമയായി ജീവിച്ച പശ്ചാത്തലത്തിൽ 2/8/2002 ലോകത്തിന്റെ വെളിച്ചമാകുന്ന യേശു എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടയായി. നാട്ടുകാർ പലരും പറയുന്നത് പെന്തിക്കോസുകാർ മതം മാറ്റുന്നു, പലരെയും പിടിച്ചോണ്ട് പോകുന്നു, വലിച്ചോണ്ട് പോകുന്നു എന്നൊക്കെ വിവിധ തരത്തിലുള്ള ആക്ഷേപങ്ങൾ വേദപുസ്തകത്തെക്കുറിച്ച് പലരും പ്രഖ്യാപിക്കുമ്പോൾ ഇസ്ലാമിക സമുദായത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട എന്നെ ആരും പിടിച്ചതുമില്ല, വലിച്ചതുമില്ല. ആരും ആരെയും പിടിക്കാനും വലിക്കാനും ഒന്നും വരുന്നില്ല.
അങ്ങനെ ആരും ആരെയും പിടിച്ചു വലിച്ചിട്ട് ഇവിടെ ആർക്കും ഒന്നും സാധിക്കാനുമില്ല. ഇനി ചിലര് പറയുന്നത് അങ്ങനല്ല, മതം മാറുന്നു. മതം മാറിയിട്ട് എന്താ കാര്യം? എന്നെ കേൾക്കുന്ന ബഹുമാന്യ സഹോദര, നാട്ടുംപുറത്ത് കാണുന്ന പറമ്പുകളിൽ ഒന്ന് നല്ലപോലെ പരിശോധിച്ചാൽ ഒരു പ്രത്യേകതരം ചെടി കിട്ടും. ആ ചെടിയുടെ പേരാണ് ഞങ്ങൾ കൊല്ലക്കാര ഭാഷയിൽ ചൊറിയണം എന്ന് വിളിക്കും. കാര്യം ആ ചൊറിയണമെന്ന ആ ചെടിയുടെ സ്വഭാവം അത് മനുഷ്യന്റെ മേത്ത് തട്ടിയാൽ അത് ചൊറിയുമെന്നുള്ളത് കൊണ്ടാണ്. ഈ സ്വഭാവമുള്ള ചൊറിയണത്തെ പറമ്പിൽ നിന്ന് വേരോട് അടർത്തിയെടുത്ത് വീട്ടിനകത്തിരിക്കുന്ന ഷോക്കേഷിൽ കൊണ്ടുവച്ചാലും ചൊറിയണം എന്ത് ചെയ്യും? അനുഭവമുള്ളവർ പറഞ്ഞേ, ചൊറിയും. എന്നാ ഒരു കാര്യം ചെയ്യാം, അതിന്റെ പേര് മാറ്റി ഒരു സ്റ്റിക്കറിനകത്ത് മണിക്കുട്ടി എന്ന് എഴുതി ഒട്ടിച്ചു വെക്കാം. എന്നാലും ചൊറിയണം എന്ത് ചെയ്യും? ചൊറിയും. ചുരുക്കി പറഞ്ഞാൽ സ്ഥലം മാറിയാലും പേര് മാറിയാലും സ്വഭാവം മാറിയില്ലെങ്കിൽ ചൊറിയുമെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. മതം മാറിയാലും പേര് മാറിയാലും മഹാനായ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ മനുഷ്യൻ നന്നാകാത്തിടത്തോളം യാതൊരു കാര്യവുമില്ല മാറിയത് കൊണ്ട്. അതുകൊണ്ട് ഇത് മതം മാറ്റുന്ന സന്ദേശമല്ല, മനുഷ്യനെ മാറ്റുന്ന സന്ദേശമാണ്. 2002 ലോകത്തിന്റെ വെളിച്ചമാകുന്ന യേശു എൻ്റെ ഹൃദയത്തിനകത്ത് കടന്നു വന്നപ്പോൾ പഴയ ഷമീർ മരിച്ചു. മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും വേദനയായിരുന്ന, നാട്ടുകാർക്ക് ഇഷ്ടമല്ലാതിരുന്ന ആ പഴയ ഷമീർ മരിച്ചിട്ട് യേശു ക്രിസ്തു അകത്ത് കടന്നു വന്ന പുതിയ സൃഷ്ടിയായി കഴിഞ്ഞ 13 വർഷം ജനിച്ചു വളർന്ന അതേ കൊല്ലം പട്ടണത്തിൽ ഒരു സുവിശേഷകനായി ജീവിപ്പാൻ ദൈവം സഹായിച്ചു കൊണ്ടിരിക്കുന്നു. അതാണ് സുവിശേഷം. അതാണ് സുവിശേഷത്തിന്റെ ശക്തി. സുവിശേഷം ആരുടെയും മതം മാറ്റുന്ന പരിപാടിയല്ല, ആരുടെയും പേര് മാറ്റുന്ന പരിപാടിയല്ല. മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്ന സന്ദേശമാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. ആരും സ്വത്രം പറഞ്ഞില്ല? ഹല്ലേലൂയ. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനൊന്നും പറഞ്ഞാലൊന്നും ഒക്കുകയില്ല. സ്റ്റേജിൽ കടന്ന് 2 ചാട്ടം ചാടി ഗ്ലാസും ജഗ്ഗും ഒക്കെ ചവിട്ടി പൊട്ടിച്ച് പ്രാപിച്ചോ പ്രാപിച്ചോ പൊട്ടട്ടെ പൊട്ടട്ടെ പിടിക്കാമെങ്കിൽ പിടിച്ചോ 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 എന്നൊക്കെ പറഞ്ഞ് 2 ഓട്ടം തുള്ളലൊക്കെ നടത്തിയാൽ വീട്ടിൽ നിന്നേ വീഴാൻ മെനക്കെട്ട് വന്ന ചില അമ്മച്ചിമാരും ചില പെണ്ണുങ്ങളും ഒക്കെ കുട്ടിക്കരണം മറിയും. എന്നാ ഉണർവായിരുന്നടി മറിയാമേ, ഇന്നൊന്ന് വരണമായിരുന്നെന്നും പറഞ്ഞ് വീട്ടിൽ പോകും. ഇതുകൊണ്ടൊന്നും ഒരുത്തം മാനസാന്തരപ്പെടാൻ പോകുന്നില്ല. കഷ്ടപ്പെട്ട് കാശി ചെലവാക്കി ബന്ധപ്പെട്ട് അനേക ദിവസത്തെ ഉറക്കുളപ്പിന്റെ ഫലമായി ഇതൊക്കെ വെച്ച് കെട്ടി ഇതിൻ്റെയൊക്കെ പിന്നിൽ ബന്ധപ്പെടുന്നതിൻ്റെ ഉദ്ദേശം ഒരാത്മാവ് രക്ഷിക്കപ്പെടണമെന്നുള്ളതാണെങ്കിൽ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്തുകൊണ്ട് വേണം സുവിശേഷ യോഗത്തിൽ ദൈവജനം ഇരിക്കാൻ. അല്ലെങ്കിൽ പിന്നെ കലാഭവന്റെ മിമിക്രി കാണാൻ പായും തലണയും ചുരുട്ടിക്കൊണ്ട് പോയാൽ മതിയായിരുന്നല്ലോ. മെനക്കെട്ട് ദൈവസന്നിധി വന്നെങ്കിൽ കർത്താവിനെ സ്തുതിച്ചും സ്തോത്രം പറഞ്ഞുമൊക്കെ ഇരിക്കണം. ആമേൻ. അതുകൊണ്ട് എന്താണ് സുവിശേഷം? എൻ്റെ സാക്ഷ്യം കേൾക്കുവാനുള്ള ആഗ്രഹത്തിലായിരിക്കും ചിലപ്പോൾ ഷമീർ എന്ന് കേട്ടപ്പോൾ ഈ മഴ ഒന്നും വകവെക്കാൻ ബന്ധപ്പെട്ട കോടി വന്ന കാര്യം. മുസ്ലിമിൽ നിന്ന് ഇറങ്ങിയാൽ ഈ പ്രതികൂലവും കഷ്ടവും ഒക്കെ ഇല്ലയോ മാത്രമേ എന്നാണ് ചിലർ ചോദിക്കുന്നത്. കാര്യം അതിപ്പോൾ മുസ്ലിമിന് മാത്രമല്ല, ഏത് വിഭാഗത്തിൽ നിന്ന് ഇറങ്ങിയാലും ദൈവജനത്തിന് കഷ്ടമുണ്ട്. പിന്നെ പ്രത്യേകിച്ച് 2 അടി കിട്ടിയെന്ന് കേൾക്കാൻ വലിയ ഇഷ്ടമാണ് നമ്മുടെ ആൾക്കാർ. എന്നാൽ അതൊന്നും ഇവിടെ പറഞ്ഞ സമയം കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? ഞാൻ പഠിക്കുന്ന ഈ പുസ്തകത്തിൽ പ്രതികൂലമില്ലാത്തൊരു ക്രിസ്തീയ ജീവിതം ഇല്ല. ആരും ആമേൻ പറഞ്ഞില്ല. പ്രതികൂലമില്ലാത്തൊരു ക്രിസ്തീയ ജീവിതം ഞാൻ പഠിക്കുന്ന വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. ഉണ്ടെന്ന് തെളിയിക്കാൻ തൻ്റെ ഇടമുള്ളവർ വേദപുസ്തകവുമായിട്ട് സ്റ്റേജിൽ കയറി വരണം.
ആമേൻ. അതെന്താ പാസ്റ്റർ അങ്ങനെ പറയാൻ കാര്യമുണ്ട്. അനുഗ്രഹത്തിന്റെ കവിഞ്ഞൊഴുക്കുമായിട്ട് കുങ്കും മങ്കും ഒക്കെ ഇതിനകത്ത് ചാടി ഇറങ്ങിയതിന് ശേഷം പലരും പഠിച്ചു വച്ചിരിക്കുന്നത് പെന്തിക്കോസ് കവിഞ്ഞൊഴുകുന്ന വകുപ്പാന്ന്. അങ്ങനൊരു വകുപ്പല്ല യേശു ക്രിസ്തുവിന്റെ പിന്നാലെ ഇറങ്ങുന്ന വഴി. ഒരു പക്ഷേ ഇനി അങ്ങോട്ടുള്ള ദിനങ്ങളിൽ ഈ പുസ്തക നിമിത്തം പ്രാണൻ പോലും പോകേണ്ടുന്ന ദിനങ്ങളാണ് ഇനി മുൻപോട്ട് വരാൻ പോകുന്നത്. അതുകൊണ്ട് അനുഗ്രഹത്തിന്റെ മായാലോകം തീർത്തുകൊണ്ട് ദൈവജനത്തെ റൂട്ട് മാറ്റി നാശത്തിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിൽ ഏറ്റവും ഗൗരവകരമായി വിശ്വാസിയായിരിക്കുന്നവരും ഈ പരിസരത്ത് കേൾക്കുന്നവരും അറിഞ്ഞിരിക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങൾ തുടർന്നുള്ള മിനിറ്റുകളിൽ പങ്കുവയ്ക്കാൻ പോവുകയാണ്. ഈ ലോകം ഒരു മഹാദുരന്തം സ്വീകരിക്കാനായിട്ട് പോവുകയാണ്. ഈ ലോകം ഒരു വലിയ നാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഒരു ന്യൂനപക്ഷം രക്ഷയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വിശദീകരിക്കാം പിന്നാലെ. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കാം. ഞാൻ ചിന്താ വിഷയത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ 13 വർഷത്തെ വിശ്വാസ ജീവിതത്തിനിടയിൽ കോഴിക്കോട്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മലബാർ, മലപ്പുറം മേഖലകളിൽ സ്വജനങ്ങൾ പാർക്കുന്ന ജനത്തിന്റെ നടുവിൽ പരസ്യമായ ഗ്രൗണ്ടിലും തെരുവിലും നിന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവാണെന്ന് പ്രസംഗിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകിയിട്ടുണ്ട്. അങ്ങനെ പലയിടങ്ങളിലും പ്രസംഗിച്ചിട്ട് വേദി വിട്ടിറങ്ങുമ്പോൾ വിവിധ തരത്തിലുള്ള വ്യക്തികൾ അടുക്കൽ വന്ന് പരിചയപ്പെടാറുണ്ട്, സംസാരിക്കാറുണ്ട്. പല ചോദ്യങ്ങൾ, സംശയങ്ങൾ ഒക്കെ ചോദിക്കാറുണ്ട്. എന്നാൽ ഈ വർഷക്കാലയളവിനിടയിൽ ഒരു 90% പേരും എന്നോട് ചോദിച്ച ഒരു ചോദ്യം, ഷമീറേ നീ എന്തിന് ക്രിസ്ത്യാനിയായി? 90% പേരും ചോദിക്കുന്ന ചോദ്യം, നീ എന്തിന് ക്രിസ്ത്യാനിയായി? പ്രിയമുള്ളവരെ, ഒരു 90% പേരും ഇങ്ങനെ ചോദിക്കുന്നതെങ്കിൽ 10% ചോദിക്കുന്നത് അങ്ങനല്ല. പിന്നെയോ ക്രിസ്ത്യാനി ആയത് പോട്ടെ, അത് സഹിക്കാം, എന്തായാലും പോയല്ലോ, പോയി. ഈ കലവില പറയുന്നവരുടെ കൂട്ടത്തിൽ എന്തിനാ കൂടിയത്? അതല്ലേ പലർക്കും ഇച്ചിച്ചി. എടാ, എത്ര പള്ളി ഇവിടെ ഉണ്ടായിരുന്നു! മാർബിളി കെട്ടിയ പള്ളി, ടൈൽസ് ഇട്ട പള്ളി, ആരാധനയ്ക്ക് പള്ളി മുറ്റത്ത് ആയിരങ്ങൾ വന്നിറങ്ങുന്ന പള്ളി, ആരാധന കഴിഞ്ഞ് ആയിരങ്ങൾ ഇറങ്ങിപ്പോകുന്ന പള്ളി, അവിടെ എങ്ങും പോകാതെ ഈ 20-30 പേരിന്ന് ബുലുബുലു എന്ന് അടിക്കുന്നിടത്ത് പോയി കളഞ്ഞല്ലോ. പ്രിയമുള്ളവരെ, ആളുകൂടുന്നത് ആത്മീയമാണെന്ന ചില പൊട്ടന്മാര് പഠിച്ചു വെച്ചേക്കുന്നു. സ്വതം പറഞ്ഞില്ല. ആളുകൂടുന്നത് ആത്മീയമാണെന്ന ഇന്ന് പെന്തിക്കോസിലും ചിലർ പഠിച്ചു വെച്ചേക്കുന്നത്. ആളുകൂടുന്ന ആത്മീയമാണെങ്കിൽ കരുനാപ്പള്ളിക്ക് കിട്ടോ, ഒരു ഉമ്മയും കൂടെ കിട്ടും. ഉമ്മ വരുത്തില്ലേ? ആളുകൂടുന്നത് ആത്മീയമാണെങ്കിൽ എരുമേലിക്ക് കിട്ടും. ആളുകൂടുന്ന ആത്മീയമാണെങ്കിൽ നേരെ ഭീമാപ്പള്ളിയിൽ ഉറൂസിന് കിട്ടും. എങ്ങും പറ്റിയില്ലേ, അടുത്തുള്ള ബിവറേജിലേക്ക് പോക്കോ, നല്ല ക്യൂ ആണ്. ആമേൻ. എങ്ങനായാലും വേണ്ടില്ല, എന്ത് ചെയ്താ മതി? ആള് കൂടിയാ മതി. അതാണ് ആത്മീയമെന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ പെന്തക്കോസ്തുകോളത്തിലും ഇന്ന് കടന്നു വന്നിരിക്കുകയാണ്. ആളെ കൂട്ടാൻ വേണ്ടി ഏത് നിലവാരത്തിലും ഉപദേശം വിട്ട് കണ്ട അണ്ടനെ, അടവോടനെ, ചെമ്മാനും ചെരുപ്പൂത്തി എല്ലാം സ്റ്റേജിനകത്ത് വിളിച്ചു കയറ്റി ഇന്ന് ആളെ കൂട്ടാൻ ശ്രമിക്കുന്ന അവിയൽ പരുവത്തിൽ പെന്തക്കോസുകോളം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാഹളം ധരിക്കാൻ താമസമെങ്കിൽ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സരിത നായരും ശാലു മേനോനും പെന്തിക്കോസ് സഭയുടെ പുൾപ്പിറ്റി വരുന്ന ദിവസം വിദൂരമല്ല. അതും കാണേണ്ടി വരും താമസം വിന. അപ്പോഴും മിണ്ടരുത്.
ആരും മിണ്ടരുത് കേട്ടോ. കാര്യം പണ്ട് ആരോ പറഞ്ഞതുപോലെ കാരണവർക്ക് അടുപ്പിലും ആകാം എന്നുള്ളത് കൊണ്ട് ആരും മിണ്ടരുത്, ഒരക്ഷരം മിണ്ടിയേക്കരുത്. അങ്ങനെ ആരെങ്കിലും മിണ്ടിയാൽ അവനെ ഇന്ന് വിളിച്ചിരിക്കട്ടെ, ഇനി മേല വിളിക്കരുതെന്ന് കമ്മിറ്റി കൂടി തീരുമാനിക്കും വേണം. അതും മറക്കരുത്. ഹല്ലേലൂയ. അത്രത്തോളം ആത്മീയ അധപ്പതനത്തിലൂടെ ആത്മീയ ഗോളം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആളുകൂടുന്നതാണോ ആത്മീയമെന്ന് ഒരു ചിന്ത പുസ്തകത്തിൽ നിന്ന് പറഞ്ഞ് ഞാൻ കുറിവാക്യത്തിലോട്ട് ഓടി വരാം. ഉൽപ്പത്തി മുതൽ പഠിക്ക. ദൈവത്തിന്റെ ന്യായവിധിയാകുന്ന ജലപ്രളയം ലോകത്തിലേക്ക് ഇറങ്ങി വരാൻ പോകുന്നെന്ന് കൃപ ലഭിച്ച നോഹയോട് തമ്പുരാൻ അറിയിച്ചു. പൊട്ടനെ പോലെ തെരുവിലിറങ്ങി നിന്നുകൊണ്ട് വരുവാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് നോഹ പൊട്ടനെ പോലെ പ്രസംഗിച്ചപ്പോൾ കണ്ടവരും കേട്ടവരും കളിയാക്കി ചിരിച്ചു, പരിഹസിച്ചു. അവന് ഭ്രാന്ത, അവന് തലയ്ക്ക് സുഖമില്ല, അവൻ തോണ്ട് എന്തൊക്കെയോ കിടന്ന് കൂവുക. പലരും പരിഹസിച്ചു, കളിയാക്കി. പ്രിയമുള്ളവരെ, പറഞ്ഞതുപോലെ ജലപ്രളയം വന്നു. ഇന്നും ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ ചിലർ വാവത്തിച്ചിരിക്കുക, ചിലർ പറയുക അവന് തലയ്ക്ക് സുഖമില്ല, എന്തൊക്കെയോ കുറെ കിടന്ന് തൊണ്ട കൂവി വിളിച്ചു പറയുക. പ്രിയമുള്ളവരെ, ജനം തിന്നും കുടിച്ചും മതിച്ചും പരിഹസിച്ചും ഇരുന്നു. എന്നാൽ തമ്പുരാൻ പറഞ്ഞതുപോലെ തന്നെ ന്യായവിധിയാകുന്ന ജലപ്രളയം ഇറങ്ങി. ദൂത് ശ്രദ്ധിച്ചോ, ജലപ്രളയമാകുന്ന ന്യായവിധിയിൽ അഴുകി ഒഴുകിപ്പോയത് ഭൂരിപക്ഷം വരുന്ന ലക്ഷങ്ങൾ ആണോ? പറഞ്ഞേ. എന്നാ ദൂത് കേട്ടു. ആമേ. ന്യായവിധിയാകുന്ന ജലപ്രളയത്തിൽ ഒഴുകിപ്പോയ നശിച്ചുപോയ ഭൂരിപക്ഷത്തെ കുറിച്ചോർത്ത് തലേ കൈവച്ച് കരഞ്ഞൊരു ദൈവമല്ല എൻ്റെ ദൈവം, മറിച്ച് പ്രമാണത്തിൽ നിൽക്കാൻ മനസ്സുള്ള, പറഞ്ഞതനുസരിക്കാൻ മനസ്സുള്ള, പെട്ടക ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കാൻ മനസ്സുള്ള, ഇറങ്ങി പ്രസംഗിക്കണമെന്ന് പറഞ്ഞാൽ പ്രസംഗിക്കാൻ മനസ്സുള്ള വെറും ഒറ്റയക്കം. പത്തെങ്കിലും ആയെങ്കിൽ രണ്ടക്കം കടന്നേനെ. രണ്ടക്കം കടന്നില്ല, ഒറ്റയക്കം. വെറും 8 എണ്ണം രക്ഷ പ്രാപിച്ചു. ഇന്ന് രാത്രി ദൂത് കേട്ടു. ആമേൻ. ഒഴുകിപ്പോകുന്ന ലക്ഷത്തിലല്ല, പ്രമാണത്തിൽ നിന്ന് 8 എണ്ണത്തിൽ ദൈവം പ്രസാദിച്ചെങ്കിൽ ഇന്ന് ചിലർ ചോദിക്കുകയാണ്, നിങ്ങളുടെയൊക്കെ ഈ ചില പ്രസംഗം കേട്ടാത്തൊന്നും ഈ അങ്ങൂഞ്ഞും കിടക്കുന്ന 5-6 വെന്തിക്കോസുകാർ മാത്രമേ അങ്ങ് സ്വർഗത്തിൽ പോയി സംശയിക്കേണ്ടെന്ന്. രക്ഷിക്കപ്പെട്ട വെറും 8 എണ്ണം, ആ ന്യൂനപക്ഷമേ ദൈവസന്നിധിയിൽ എടുക്കപ്പെടത്തുള്ളൂ. അമ്മേ, മനസ്സിലാവുന്നുണ്ടോ? ആള് കൂടുന്നതല്ല ആത്മീയം. ഇനിയും പഠിക്ക. പുറപ്പാടിലോട്ട് വാ. ഒരു മഹായോഗം. യഹോവയായ ദൈവം, മോശ ദൈവത്തിന്റെ അരുളപ്പാട് പ്രാപിച്ചുകൊണ്ട് മലയിറങ്ങി വരുന്ന മോശ. ഒറ്റയാളേ ഉള്ളൂ ദൈവത്തിന്റെ സന്ദേശം കേൾക്കാം. ഒറ്റയാള് മലയിറങ്ങി വരുമ്പോൾ മലയുടെ അടിവാരത്ത് പാട്ടും കൂത്തും ബഹളവും നടക്കുക. അങ്ങ് തുള്ളി മറിയുക. ഇന്നത്തെ പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ പ്രൈസ് ആൻഡ് വർഷിപ്പ്. ആമേൻ. ഇപ്പൊ അത് മാറി. ഇപ്പൊ നോൺ സ്റ്റോപ്പ് വർഷിപ്പ് എന്നായി. കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് പോയപ്പോ അവിടെ എഴുതി വെച്ചേക്ക 101 മണിക്കൂർ നോൺ സ്റ്റോപ്പ്. അവന് നിർത്തില്ലെന്ന്. മനസ്സിലായോ? അയ്യോ, അത് അങ്ങനെ ആരാധിക്കുന്നത് തെറ്റാണോ? ഒന്നും തെറ്റൊന്നും അല്ലെന്ന്. ആരാ ഈ നോൺ സ്റ്റോപ്പ് നടത്തുന്നത്? മുടി വളർത്തിയ മുടിയൻ ഗിറ്റാറ്, പൊടി വലിക്കുന്ന പൊടിയൻ തമ്പേറ്, ഒരു ഗുണവുമില്ലാത്തവന്മാര് എന്ത് ചെയ്യാ? 2.5 കിലോ മുടിയും തലേ വെച്ച് കുടഞ്ഞിട്ട ക്ഷുദ്രജീവി പുറത്തു വരും. അവൻ ആത്മാവിനെ ഇറക്ക തത്ത. അവൻ അബദ്ധത്തിലൊന്ന് കുനിഞ്ഞാൽ അവൻ അകത്തിട്ടിരിക്കുന്ന നിക്കറ് പുറത്തു കാണാം. ഈ തരത്തിൽ അങ്ങ് തുള്ളി മറിയുക. ഇത് ഇന്ന് ദൈവസഭയ്ക്കകത്തും കയറിയെന്ന്. മനസ്സിലായോ? ഇവിടെ ആരും ആരാധിക്കാത്തവരൊന്നുമല്ല. മണിക്കൂറോളം ആത്മാവിൽ നൃത്തം ചെയ്ത് ആരാധിക്കുന്ന അനുഭവം പിതാക്കന്മാരുടെ കാലം മുതൽ പന്തക്കോസ്ത കോളത്തിലുണ്ട്.
ആമേൻ. അപ്പൊ വന്ന് നോൺ സ്റ്റോപ്പ് ആയിട്ട് അങ്ങ് ആരാധനോ പ്രൈസാം വർഷിപ്പ് അങ്ങ് തകർക്കുക. ആവേ നോക്കേ, കാളക്കുട്ടിയുടെ മുമ്പിലാ. ആ കുഴപ്പമില്ല, 3000 പേരില്ലയോ, അതുകൊണ്ട് ഞാൻ അങ്ങ് പ്രസാദിച്ചെന്നല്ല ദൈവം പറഞ്ഞത്. ഒറ്റയടിക്ക് 3000 എണ്ണത്തെ അവിടെ സംഹരിച്ചു കളഞ്ഞു. വായിച്ചിട്ടുണ്ടോ? ഇനിയും വാ. 400 ബാലിന്റെ പ്രവാചകന്മാര്, 450 അശേര ഒരു വശത്ത്, 850 ഭൂരിപക്ഷം ഒരു വശത്ത്, മറുവശത്ത് പ്രമാണത്തിൽ നിൽക്കുന്ന ഏലിയ ഒറ്റയ്ക്ക്. ഹല്ലേലൂയ. ആർക്കു വേണ്ടിയാ? ആകാശം പിളർന്നത് ആർക്കു വേണ്ടിയാ? പ്രമാണത്തിൽ നിൽക്കുന്ന ഏലിയാവിന് വേണ്ടി. ഇതൊക്കെ പഠിക്ക. ആത്മീയ ഗോളം റൂട്ട് മാറി ഓടിക്കൊണ്ടിരിക്കുക സ്നേഹിതരെ, വഞ്ചിക്കപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുക സഹോദരങ്ങളെ. ഇന്ന് രാത്രി പിതാക്കന്മാരുടെ കാലത്തേക്ക് ദൈവസഭ മടങ്ങി വരണം. മനസ്സിലാവുന്നുണ്ടോ? ആമേൻ. ഇതൊന്നും ഇപ്പൊ ആർക്കും പറയാൻ വയ്യ. ഇന്ന് ആത്മീയ ഗോളം അവിയൽ പരുവത്തില. കൃപയുള്ള കുഞ്ഞുങ്ങളൊന്നും പാടിയാൽ ഇപ്പൊ ആർക്കും ആത്മാവറക്കത്തില്ല. ഇപ്പൊ സ്റ്റാർ സിംഗർ പാടിയാലേ ഇവക്ക് തുള്ളൽ വരൂ. ആണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന വഴിക്കെല്ലാം ഞാൻ കണ്ടു ചവർ വിഷൻ ഒരുക്കുന്നു. എന്ത് നേർവഴി? ആരാ നേർവഴി കാണിക്കുന്നത്? കണ്ട കൂത്തിനെല്ലാം പാടി നടക്കുന്നവനാണ് നേർവഴി നയിക്കാൻ വരുന്നത്. സ്വത്രം പോയോ? ആമേൻ. വേദപുസ്തകത്തിൽ ഞാൻ കണ്ടൊരു പാട്ടുകാരനുണ്ട്, പേര് ദാവീദ്. അങ്ങനെ ഒരു തീരുമാനമെടുത്തു. സങ്കീർത്തനം 16:4 എന്താ? അന്യദേവന്റെ നാമം ഞാൻ എന്റെ നാവി എടുക്കുകയല്ല. അത് ഭക്തന്റെ തീരുമാനമാണ്. ഇന്നത് മാറി. ജോബി ജോൺ പാടുന്നു, KC ജോൺ പ്രസംഗിക്കുന്നു, MG ശ്രീകുമാർ ആത്മാവിനെ ഇറക്കുന്നു. പേര് സുവിശേഷ യോഗം. നാണം കെട്ട അവസ്ഥയിൽ. ആമേൻ. പിടികിട്ടുന്നുണ്ടോ? ആ, നമുക്കകത്തും ഉണ്ടത് ഇങ്ങനെ കുറെയൊക്കെ. എന്താ? ആമേൻ. ഈ തിരുവനന്തപുരത്ത് ഒരു കക്ഷി ഉണ്ടായിരുന്നു. 7 മണിക്ക് പുള്ളി പാട്ട് തീർത്തേച്ച് ചാടി ഇറങ്ങും. എവിടാ? ഗാനമേളയ്ക്ക് പാടാൻ പോവാൻ. മനസ്സിലായോ? അധികം മുഴുക്കുകയില്ലെന്നാ വേദോസം പറയുന്നേ. ഒരു ദിവസം പതിവ് പോലെ നേരത്തെ 7 മണിക്ക് ആരാധനയും തീർത്ത് ചാടി ഇറങ്ങി അമ്പലത്തിൽ ഉത്സവപ്പറമ്പിൽ ചെന്ന് ഗാനമേളയ്ക്ക് പാടാൻ മൈക്കെടുത്ത് ടെസ്റ്റ് ചെയ്തു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പയ്യന്മാരെല്ലാം പൊക്കിയെടുത്തോണ്ട് പോയി പഞ്ഞിക്കിട്ട് കളഞ്ഞു. മനസ്സിലായോ? ആ ഇടയ്ക്ക് അങ്ങനെ വേണം. ആമേൻ. സംഗതി അതാ. ഞാൻ കേട്ടോ, അവിടെ ന്യൂനപക്ഷത്തിന് വേണ്ടി പ്രവർത്തി വെളിപ്പെട്ട ദൈവം. ഇനിയും വാ. ഹാമാനെ കുമ്പിടുന്ന ഭൂരിപക്ഷം, അവൻ കഴുത്തറുത്തിട്ടാലും അതിന് തയ്യാറാകാത്ത ന്യൂനപക്ഷമായ മൊർദെഖായും കൂട്ടരും. ആർക്കു വേണ്ടിയാച്ചാ? ഒറ്റ രാത്രി കൊണ്ട് അധികാരിക്ക് ഉറക്കം കൊടുക്കാതെ നിയമത്തിന്റെ തീർപ്പ് പോലും മാറ്റി എഴുതിച്ച ജീവനുള്ള ദൈവം. കോംപ്രമൈസിന് തയ്യാറാകാത്ത ദൈവജനം, വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി യാതൊരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ മനസ്സില്ലാത്ത ന്യൂനപക്ഷമാണ് ദൈവത്തിന്റെ ജനം. മനസ്സിലായോ? ഇനിയും വാ. നെബൂഖദ്നേസർ നിർത്തിയിരിക്കുന്ന ബിംബത്തെ വണങ്ങുന്ന ഭൂരിപക്ഷം, കഴുത്തറുത്തിട്ടാലും ജീവനുള്ള ദൈവത്തെ വിട്ട് നിന്റെ ബിംബത്തെ വണങ്ങാൻ ഞാനില്ലെന്ന് പറഞ്ഞ ശദ്രക്കിനും മേശക്കിനും അബീദനഗോവിനും വേണ്ടി 4-വനായി തീച്ചൂളയിലിറങ്ങിയ ജീവനുള്ള ദൈവം. പഴയ നിയമത്തിലെ കാര്യം പറഞ്ഞ് പാസ്റ്റർ ഞങ്ങളെ ഇട്ട് ചുമ്മാ. ഇപ്പൊ ചിലർക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. പഴയ നിയമം ഇപ്പൊ ചിലർക്ക് അലർജി ആയിക്കൊണ്ടിരിക്കുക. കാര്യം ആത്മീയ ഗോളത്തിനകത്ത് അപ്പച്ചന്മാര് പഠിപ്പിച്ച കുറെ പാരമ്പര്യം കൊണ്ടിരിക്കുന്ന കുറെ പെന്തിക്കോസുകാരെന്നും പറഞ്ഞ് പിതാക്കന്മാരെ തെറി വിളിച്ചുകൊണ്ട് അരനിക്കർ ഇട്ടുകൊണ്ട് കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇപ്പം അവന്മാർക്ക് ഈ പഴയ നിയമം ഒന്ന് കേട്ട അങ്ങ് അലർജിയാ. പഴയ നിയമം വേണ്ട, അതെടുക്കാനുള്ള ക്ലാസ്സുള്ള സമയമല്ല ഇത്. പഴയ നിയമം വേണോ വേണ്ടയോ എന്ന് ക്ലാസ് എടുക്കാനുള്ള സമയം അല്ലാത്തതുകൊണ്ട് ഞാൻ അതിൽ തൊടുന്നില്ല. ഒരു കാര്യം പറഞ്ഞു വിടാം, ഇവർക്കാർക്കും പഴയ നിയമം വേണ്ട, അത് ഭയങ്കര ഇച്ചിച്ചിയാ. പക്ഷേ ഈ മുമ്പിൽ ഇരിക്കുന്ന ജനത്തെ തുള്ളിക്കണമെങ്കിൽ ഇവൻ പറയുന്ന വാക്ക് ഏതെന്നറിയാമോ?
പ്രാപിക്ക. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. കുഞ്ഞ് കുട്ടി പ്രാപിക്ക്. അതാരാ പറഞ്ഞ്? യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിലെ വാക്യവാ. മനസ്സിലായോ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പഴയ നിയമത്തിലെ കാര്യം പറഞ്ഞുകൊണ്ട് അതൊന്നും വേണ്ടെന്നൊന്നും ആരും ചിന്തിക്കണ്ട. പുതിയ നിയമം പഠിച്ചാലും ആളെ കൂട്ടുന്ന വകുപ്പ് യേശുവിനുമില്ല. ഉണ്ടോ? തെളിവ് തരാം. 70 എണ്ണം ചാടിത്തുള്ളി വരിക യേശുവിന്റെ അടുക്കലോട്ട്. ഗ്ലോറി, രക്തം ജയമാണ്. കർത്താവ് ചോദിച്ചു, എന്ത് ചാട്ടം, എന്തുവാ കാര്യം, എന്തുവാ? അവര് പറഞ്ഞു, കർത്താവ്, ഭൂതങ്ങൾ ഞങ്ങൾക്കങ്ങ് കീഴടങ്ങുക. കർത്താവ് ശാന്തമായി പറഞ്ഞൊരു വാക്കുണ്ട്, നിക്ക്, ഭൂതങ്ങൾ കീഴടങ്ങുന്ന വലിയ ചാട്ടമൊന്നും ചാടണ്ട. പിന്നെയോ, ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടുണ്ടെങ്കിൽ സന്തോഷിച്ചു തുള്ളാൻ പറഞ്ഞു. പക്ഷേ ഇന്നത്തെ തുള്ളൽ മൊത്തം എവിടാ? ഒരു പെണ്ണും പിള്ള 2 ഗോട്ടി കാണിച്ച് അവിടെ കിടന്ന് ഉരുണ്ടാൽ പിന്നെ 1.5 മണിക്ക് ആരാ നീ, എന്താ നീ, എവിടെ വന്നു, എപ്പോ വന്നു, ഇപ്പൊ പോവോ, പിന്നെ പോവോ? എടാ, ഭൂതത്തോട് കൊച്ചു വർത്താനം പറയേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? ദൈവവചനം പ്രസംഗിക്കാതെ വണ്ണം പിശാചിറക്കുന്ന തന്ത്രങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത പോലെ ഇന്ന് ലോകം ആത്മീയം ആയിക്കൊണ്ടിരിക്കുകയാ. ശ്രദ്ധിക്കണം. അവൻ ഈ നിലയിൽ കർത്താവ് പറഞ്ഞു, വലിയ ചാട്ടം ചാടേണ്ട, ജീവപുസ്തകത്തിൽ പേരുണ്ടെങ്കിൽ സന്തോഷിച്ചുള്ളേ. അത് കഴിഞ്ഞ് എന്റെ കർത്താവ് ഉപദേശം അങ്ങോട്ട് പറയുക, ആകാശത്തിലെ പറവുകൾക്ക് കൂടും, കുറുനരിക്ക് കുഴിയുമുണ്ട്, എന്റെ പിറകെ ഇറങ്ങുന്നവന് കിടക്കാനിടവില്ല. എന്റെ നിമിത്തം, സുവിശേഷ നിമിത്തം അപ്പനെ വിടണം, അമ്മയെ വിടേണ്ടി വരും, ബന്ധുക്കളെ വിടണം, ചാർച്ചക്കാരെ വിടണം, സഹോദരങ്ങളെ വിടേണ്ടി വരും. ചിലപ്പോൾ അങ്ങനെ ഈ ലോകം മൊത്തം നിങ്ങളെ പകയ്ക്കും. എന്തിന്? സ്വന്തം പ്രാണം കൂടെ ത്യജിക്കാതിരിക്കുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ പറ്റത്തില്ല. ഇത് പറഞ്ഞ് കണ്ണു തുറന്നു നോക്കി, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് പറഞ്ഞ് കണ്ണു തുറന്നു നോക്കിയപ്പോൾ 120 ഇല്ല, 70 ഇല്ല, മിച്ചം 12. അല്ലേ? ഇന്ന് പ്രസംഗിക്കുന്ന ഞാനാണ് നാളെ ഇവിടെ പ്രസംഗിക്കുന്നതെങ്കിൽ ഇവിടെ എണ്ണം കുറയും. കാര്യം ഇന്ന് അബദ്ധത്തിൽ വന്നതാണല്ലോ. ഇങ്ങനെയാണെന്ന് ഞങ്ങൾ ആരും അറിഞ്ഞില്ലല്ലോ. പാസ്റ്ററെ വിചാരിച്ച് 2 ചാട്ടം ചാടി നടുവേദന, ഉളുക്കോ, പിരിപ്പോ, ധരിപ്പോ ഒക്കെ ഒന്ന് മാറുമെന്ന് വിചാരിച്ചു. കാര്യം ഇപ്പൊ കൊട്ടൻ ചുക്കാതിക്കാരുടെ കാലമാണല്ലോ. അപ്പൊ കണ്ണു തുറന്ന് നോക്കിയപ്പോ മിച്ചം 12. 12 എണ്ണം ചേട്ടിച്ചപ്പോൾ ഈ ഇരിക്കുന്ന വാസന്മാരോ ഞാനോ എങ്ങാണോ ആരുതെങ്കിൽ പറയുന്നത് എങ്ങനെ പറയും? എല്ലാരും പോയോ അച്ഛാ? അച്ഛാ നിങ്ങളേലും പോകല്ലേ അച്ഛാ? നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടൊരു കെട്ടിടമൊക്കെ മേടിച്ചു, വാടകയൊക്കെ കൊടുത്ത് എന്തോ വെച്ച് പോട്ടെ. ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യും, നമുക്ക് ഉള്ളത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുക. അച്ഛനെ ഞാൻ സെക്രട്ടറി ആക്കാം, അച്ഛനെ ട്രഷറും ആക്കാം, നമുക്ക് ഉള്ളതൊക്കെ വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം എന്നൊക്കെ പറഞ്ഞ് വല്ലവിധേനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കും. കാര്യം സെക്രട്ടറി 1/2 ക്ലാസ് അടിച്ചാലും കുഴപ്പമില്ല, മനസ്സിലായോ? അതുകൊണ്ട് നമുക്ക് പിടിച്ചു നിർത്താൻ ശ്രമിക്കാം എന്ന് പറയുന്ന സ്ഥാനത്ത് കർത്താവ് ചോദിച്ച ചോദ്യം എന്തോന്ന് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കും പോകണ്ടായോ? പോകോ. ആളെ കൂട്ടുന്ന വകുപ്പ് യേശുവിനുമില്ല. മര്യാദയ്ക്ക് ജീവിക്കാന്നുള്ളവൻ ഇതിനകത്ത് നിന്നാ മതിയെന്ന്. മനസ്സിലായോ? നിങ്ങൾക്കും പോകാണ്ടോ? ആ ശിഷ്യന്മാര് പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ ഹൃദയത്തെ സന്തോഷിപ്പിച്ച ആനന്ദിപ്പിച്ചൊരു വാക്കുണ്ട്. അവര് പറഞ്ഞു, കർത്താവേ, നടുവേദനയുടെ മരുന്ന് നിന്റെ പക്കൽ ഉണ്ടല്ലോ, നിന്നെ വിട്ടേച്ച് ഞങ്ങൾ എവിടെ പോകും? ആണോ? അല്ല, നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്. അതുകൊണ്ട് ഷമീറിനോട് ചോദിക്കും, ഷമീറെ, നീ എന്തിന് ക്രിസ്ത്യാനിയായി? അന്നും ഇന്നും എന്നും എനിക്ക് പറയാൻ 2 മറുപടിയേ ഉള്ളൂ. എന്താ അത്? ഒന്നാമത്തതും പ്രധാനപ്പെട്ടതുമായ മറുപടി, നീ എന്തിന് ക്രിസ്ത്യാനിയായി? ഞാൻ പറയും, ഞാൻ ഇന്ന് വീണു മരിച്ചാൽ, അല്ലെങ്കിൽ ഇന്ന് രാത്രി കാഹളനാദം മുഴങ്ങിയാൽ എന്റെ ആത്മാവിന് ഒരു നിത്യജീവൻ ലഭിക്കേണ്ടതിന് ഞാൻ യേശുവിന്റെ പിന്നാലെ പോയി. അല്ലാതെ നടുവേന മാറാനും പല്ലുവേന മാറാനും കൊച്ചിനെ കെട്ടിക്കാനും വീട് വെക്കാനും അച്ചാച്ചന് വിസ ശരിയാകാനും കൊട്ടാൻ ഇറങ്ങിയതല്ല. അങ്ങനെ ആരും പെന്തിക്കോസി കൊട്ടാൻ ഇറങ്ങല്ലേ. ഹല്ലേലൂയ, ആമേൻ. 2, നീ എന്തിനീ പുസ്തകം ചുമക്കുന്നത് ചോദിച്ചാൽ മറുപടി, ഈ പുസ്തകം അഥവാ വിശുദ്ധ ബൈബിൾ സാക്ഷാൽ ദൈവത്തിന്റെ വചനമായതുകൊണ്ടും ഈ പുസ്തകം
ഒരു പ്രവചന ഗ്രന്ഥമായതുകൊണ്ടും ഞാൻ ഇതിനെ ചുമക്കുന്നു. മനസ്സിലായില്ല? പ്രവചന ഗ്രന്ഥോ? ഓ, അതെന്തോ പ്രവചന ഗ്രന്ഥം? പറയാം. ഈ ബൈബിളിൽ ഞാൻ കണ്ട പ്രത്യേകത, ഈ ലോകം എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന ബൈബിൾ ലോകം എങ്ങനെ അവസാനിക്കും എന്ന് പറഞ്ഞു തന്നിട്ടാണ് ഈ പുസ്തകം അവസാനിക്കുന്നത്. പൂർണ്ണതയുള്ള ഗ്രന്ഥം. ചരാചരങ്ങൾ, എഴുതാതി, മൃഗജാതി, കന്നുകാലി, നാൽക്കാലി, പറവജാതി അനന്തരം മനുഷ്യനെ സൃഷ്ടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് വളരെ അടുക്കും ചിട്ടയോടെ പറഞ്ഞു തരുന്ന ഉലകത്തിലെ ഏക പുസ്തകം വിശുദ്ധ ബൈബിൾ. എനിക്ക് തോന്നിയ ഇഷ്ടം. കാരണം ഈ പുസ്തകത്തിൽ എഴുതപ്പെടാത്തതൊന്നും ഈ ഉലകത്തിൽ ഇന്നു വരെ സംഭവിച്ചിട്ടില്ല. സകലതും ഈ പുസ്തകത്തിൽ സ്വർഗത്തിലെ ദൈവം മുന്നമേ പറഞ്ഞ വിഷയങ്ങൾ തന്നെയാണ് നിവൃത്തിയായിട്ടുള്ളത്. ഹല്ലേലൂയ. പ്രവചന ഗ്രന്ഥമാകുന്ന വിശുദ്ധ ബൈബിളിൽ സാക്ഷാൽ ദൈവമായ ക്രിസ്തു സ്വന്തം നാവ് കൊണ്ട് പറഞ്ഞ ഒരു പ്രവചനമാണ് ഞാനിവിടെ വായിപ്പിച്ചത്. വളരെ ശ്രദ്ധിക്കണം. യേശു ക്രിസ്തു സ്വന്തം നാവ് കൊണ്ട് പറഞ്ഞ ഒരു പ്രവചനമാണ് ഞാനിവിടെ വായിപ്പിച്ചത്. ഈ പ്രവചനം എന്തുവാന്ന് പറഞ്ഞാൽ പെന്തിക്കോസുകാർ അത് പ്രവചനമാണോ? കാര്യം ഇവര് പഠിച്ചു വച്ചിരിക്കുന്ന പ്രവചനം എന്താണെന്നറിയാമോ? 4 വർഷമായി കാലുകളുടെ മുട്ടുകൾക്ക് വേദനയിട്ടുകൊണ്ട് അടുക്കള ജോലി പോലും ചെയ്യിക്കത്തില്ലെന്ന് വാദിച്ചു നിൽക്കുന്ന അന്ധകാര മണ്ഡലത്തിന്റെ വ്യാപാരം. ഇതാണ് പ്രവചനമെന്ന് ചിലർ പഠിച്ചു വെച്ചിരിക്കുന്നത്. എൻ്റെ പൊന്നു കുഞ്ഞമ്മേ, ഈ പുസ്തകത്തിൽ പ്രവചനമുണ്ട്, പ്രവാചകനുമുണ്ട്. പക്ഷേ മറിയാമ്മയുടെ ഉളുക്കും പെരുപ്പും ധരിപ്പും പ്രവചിച്ചൊറ്റ പ്രവാചകനെ പുസ്തകത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇതിലുള്ള പ്രവാചകന്റെ ജോലി വേറെയാ. എന്താ? ജനത്തെ ദൈവത്തോട് അടുപ്പിക്കുക, നിന്റെ അകൃത്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, നിന്റെ കുറവുകളെ വെളിപ്പെടുത്തിക്കൊണ്ട് നിന്നെ ദൈവത്തോട് അടുപ്പിക്കുന്നവനാണ് ദൈവത്താൽ അയക്കപ്പെട്ട പ്രവാചകൻ. അല്ലാതെ സകല സൂത്രവും കാണിച്ചിട്ട് വന്നിരുന്ന് ബാത്റൂമിൽ കയറി മിസ് കോൾ പഠിച്ച് തലേണടി വെച്ച് മെസ്സേജ് വയച്ച് ഇതെല്ലാ സൂത്രവും കാണിച്ചിട്ട് തമ്പേറടിച്ച് പൊട്ടിക്കുന്നവന്റെ തലയെ കൈവച്ച് നിനക്ക് ഇക്കിളിപ്പെടുത്തുന്ന ദൂത് പറഞ്ഞ് നിന്റെ പോക്കറ്റിൽ ഇരിക്കുന്ന 500 എന്റെ പോക്കറ്റിൽ വരുത്തുന്നവൻ വേദപുസ്തകത്തിലെ പ്രവാചകനല്ല. മനസ്സിലായോ? പക്ഷേ നമുക്കതാണ് ഇഷ്ടം. കാരണം നമുക്കിഷ്ടപ്പെട്ടത് ദൈവം പറയണം. അതാണ് നമ്മുടെ വാശി. എനിക്കിഷ്ടപ്പെട്ടത് ദൈവം പറയണം. മനസ്സിൽ ഇരിക്കത്തേ ഉള്ളൂ. തമ്പുരാന്റെ ഇഷ്ടം നിന്നോട് പറയും, നീ മര്യാദയ്ക്ക് കേട്ടനുസരിക്കണം, എങ്കിൽ ഞാൻ നിനക്ക് ദൈവമായിരിക്കും. അങ്ങനെ ആ വേദപുസ്തകം. മനസ്സിലാവുന്നുണ്ടോ? മടങ്ങി വരാം. അപ്പോൾ പ്രവചനമായി എന്ന് പറയാൻ കാരണം എന്താ? ഈ കുറിവാക്യത്തെ യേശു സ്വന്തം നാവ് കൊണ്ട് പറഞ്ഞ ഈ വചനം ഇന്നു വരെ എന്ത് ചെയ്തിട്ടില്ല? സംഭവിച്ചിട്ടില്ല. എന്നാൽ ഇതെന്ത് ചെയ്യും? മുണ്ടുന്നില്ല. സംഭവിക്കും എന്ന് പറഞ്ഞാൽ യേശു വരും. ആമേൻ. വരുവാൻ പോകുന്ന സംഭവങ്ങൾ മുൻകൂട്ടി വിളിച്ചറിയിക്കുന്നതിനെയും പ്രവചനമെന്ന പേരാ വേദപുസ്തകം പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ പ്രവചനം എന്ന് വിളിച്ചത്. യേശു സ്വന്തം നാവ് കൊണ്ട് പറഞ്ഞ ഈ പ്രവചനം അപ്പോസ്തല പ്രവൃത്തി 1:11 സ്വർഗത്തിലെ ദൂതന്മാർ ഒന്നുകൂടെ ഒന്ന് സീലടിച്ചങ്ങ് ഉറപ്പിച്ചു. അവര് പറഞ്ഞു, ഗലീലാ പുരുഷന്മാരെ, നിങ്ങളെ വിട്ട് സ്വർഗത്തിലേക്ക് പോയവനായ ഈ യേശുവിനെ നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. വെളിപ്പാട് 22:12 അവിടെ കർത്താവ് ഒന്നുകൂടെ ഉറപ്പിച്ചങ്ങ് പറഞ്ഞു, ഇതാ ഞാൻ വേഗം വരുന്നു. ശ്രദ്ധിക്കണം. അപ്പോൾ യേശുക്രിസ്തു മടങ്ങി വരുമെന്നുള്ളത് ഒരു പ്രവചന ശബ്ദമാണ്. സാക്ഷാൽ ദൈവമായ ക്രിസ്തു പറഞ്ഞ പ്രവചനം, ദൂതന്മാർ അടിവരയിട്ട് ഉറപ്പിച്ച പ്രവചനം. ഇത് നടക്കുവോ ഇല്ലയോ എന്നാണ് ചുരുങ്ങിയ മിനിറ്റിൽ ലളിതമായി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. യേശു വരുവോ ഇല്ലയോ? ഈ പ്രവചനം നടക്കുവോ ഇല്ലയോ എന്ന് നമ്മൾ എങ്ങനെ അറിയും പാസ്റ്ററെ? എൻ്റെ മുമ്പിൽ ഒറ്റ വഴിയേ ഉള്ളൂ. എന്ത് വഴി?
ഇതിനു മുമ്പ് വേദപുസ്തകം പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ ഈ ലോകത്തിൽ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. നടന്നിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതും എന്ത് ചെയ്യും? നടക്കും. നടന്നിട്ടില്ലെങ്കിൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. നമുക്കൊന്ന് പരിശോധിക്കാം. വേഗത്തിലൊന്ന് പരിശോധിക്കാം. വേദപുസ്തകത്തിൽ നിന്ന് നിവൃത്തിയായ പ്രവചനങ്ങളെ 1, 2, 3 എന്നിങ്ങനെ ചൂണ്ടിക്കാണിച്ച് അടുത്ത പോയിന്റിലേക്ക് ഞാൻ വരാം. ആദ്യം ചില കുഞ്ഞു പ്രവചനങ്ങളും പിന്നീട് വലുതിലേക്ക് ഞാൻ വരാം. കാരണം ഏതും ചെറുതിൽ തുടങ്ങണം മോനെ എന്നാ അപ്പച്ചന്മാര് പറയുക. അതുകൊണ്ട് ചെറിയ വിഷയത്തിൽ ഞാൻ തുടങ്ങാം, വലുതിലേക്ക് വരാം. ശ്രദ്ധിക്കൂ, വേദപുസ്തകത്തിലെ ആദ്യത്തെ 5 പുസ്തകം ഏതാ? ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം എന്നിങ്ങനെ പഞ്ചഗ്രന്ഥമാകുന്ന തോറ എന്ന തൗറാത്ത് ആരുടെ കരങ്ങളാൽ എഴുതപ്പെട്ടു? ദൈവസഭ പറഞ്ഞേ. മോശയുടെ കരങ്ങളാൽ എഴുതപ്പെട്ട പഞ്ചഗ്രന്ഥത്തിന് ഇന്ന് ബൈബിൾ പണ്ഡിതന്മാർ വിലയിടുന്ന കാലപ്പഴക്കം ഏകദേശം 4500 വർഷം. എത്ര പറഞ്ഞേ? 500. ഇവിടെ ശാസ്ത്രവും കണ്ടുപിടുത്തവും കമ്പ്യൂട്ടറും ടെക്നോളജിയും ഇന്റർനെറ്റും ഒക്കെ വന്നിട്ട് എന്ന് പറഞ്ഞാൽ ശാസ്ത്രം എന്ന വാക്ക് രംഗത്ത് വന്നിട്ട് കുറഞ്ഞത് 450 വർഷത്തിൽ പരം പഴക്കമേ ആകുന്നുള്ളൂ. ശ്രദ്ധിച്ച് കേൾക്കണേ. 4000 എവിടെ, 450 എവിടെ? വലിയ വ്യത്യാസം. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ, കണ്ടുപിടുത്തവും ഇന്റർനെറ്റും ടെക്നോളജിയും ശാസ്ത്രവും ഒന്നുമില്ലാത്ത 4000 വർഷങ്ങൾക്കപ്പുറം എഴുതപ്പെട്ട ഈ പഞ്ചഗ്രന്ഥത്തിലെ പ്രവചനങ്ങൾ പോലും 2015 കമ്പ്യൂട്ടർ യുഗത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. അതിൽ ചില കുഞ്ഞു പ്രവചനങ്ങളെ ഞാൻ ആദ്യം തൊട്ടുവിടാം, പിന്നീട് വലുതിലേക്ക് വരാം. ഒന്ന് വായിച്ച് ലേവ്യ പുസ്തകം 19-ാം അധ്യായം 27-ാമത്തെ വേദഭാഗം ഒന്ന് വായിച്ചു കേട്ടാട്ടെ. നിങ്ങളുടെ തലമുടിയുടെ ചുറ്റും വിളുമ്പ് വടിക്കരുത്, താടിയുടെ അറ്റം വിരൂപമാക്കരുത്. നിക്കട്ടെ. തലമുടി ചുറ്റും എന്ത് ചെയ്യരുത്? നിങ്ങൾ ആരും ഇവിടെ ഇല്ലയോ? അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നല്ലോ നിങ്ങളല്ല. തലമുടി ചുറ്റും എന്ത് ചെയ്യരുത്? അവര് കേട്ടില്ല. ഒന്നുകൂടെ വായിച്ചോളൂ. തലമുടിയുടെ ചുറ്റും വിളുമ്പ് വടിക്കരുത്, താടിയുടെ അറ്റം വിരൂപമാക്കരുത്. നിക്കട്ടെ. തലമുടി ചുറ്റും വിളുമ്പ് വടിക്കരുത്. വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ. ഈ വിളുമ്പിന്റെ പര്യായം എന്താന്ന് ചോദിച്ചാൽ, വിളുമ്പിന്റെ പര്യായം അരിക്, അറ്റം, തുമ്പ്, ഇതൊക്കെ പര്യായങ്ങളാ അല്ലേ? അപ്പൊ ഈ താടിയുടെ അറ്റം അല്ലെങ്കിൽ പിന്നെ തലമുടി ചുറ്റും വിളുമ്പ്, വിളുമ്പെന്ന് പറയുമ്പോൾ അറ്റം, അരിക്, തുമ്പ്. ഇത് എഴുതിയ കാലഘട്ടം 4500ഓളം വർഷം മുൻപ്. ശ്രദ്ധിച്ച് കേട്ടോണം. കണ്ടുപിടുത്തമില്ല, ഇന്റർനെറ്റ് ഇല്ല, ടെക്നോളജി ഇല്ല, ശാസ്ത്രമില്ല. ഇന്നത്തെ പോലെയുള്ള ആധുനിക കമ്പ്യൂട്ടർ കുഞ്ഞുങ്ങളില്ല. ഇന്ന് കാണുന്ന പോലെ വെളുപ്പാങ്കാലത്ത് ബർമുടയും ടീഷർട്ട് വിട്ടുകൊണ്ട് യോയോ യോയോ എന്നും പറഞ്ഞ് വിറച്ച് വരുന്ന കമ്പ്യൂട്ടർ കുഞ്ഞുങ്ങളും ഇല്ല. നാട്ടുഭാഷ പറഞ്ഞാൽ ഒരു വിവരവും ഇല്ലാത്ത ഒരു പ്രാചീന കാലത്ത് മോശ ഇരുന്നുകൊണ്ട് എഴുതുകയാണ്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മനുഷ്യ, നിങ്ങളുടെ തലമുടി ചുറ്റും നിങ്ങൾ മുടി വെട്ടരുതെന്നോ വൃത്തിയായി നടക്കരുതെന്നോ ഒന്നും ദൈവം പറഞ്ഞില്ല. പിന്നെന്താ പറഞ്ഞത്? ഈ ചുറ്റും വിളുമ്പ്, ഈ അറ്റം, തുമ്പ് ഇങ്ങനെ വടിച്ചിറക്കി വെക്കരുത് എന്ന് 4000 വർഷങ്ങൾക്ക് മുമ്പ് മോശ പറഞ്ഞപ്പോൾ നമ്മളെ പോലെ ജീവിച്ചിരുന്ന ആൾക്കാരൊക്കെ അന്നും ഉണ്ടല്ലോ. അവർക്ക് വേണേ അടുത്ത് വന്നിട്ട് വേണേ കവളത്തൊട്ടൊരു തോണ്ടും കൂടെ കൊടുത്തോണ്ട് ചോദിക്കാം, എടോ മോശമായിട്ട് എഴുതി വെക്കരുത്. ഇവിടെ തലമുടി ആറ്റവും മൂലയൊക്കെ വടിച്ചോണ്ട് നടക്കുന്ന ആരാണോ ഉള്ളത്? നിങ്ങളുടെ വീട്ടിലെ അപ്പച്ചന്മാരുടെ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ, ഒരു 50 വർഷം പുറകോട്ടോ, വെറും 50 വർഷം പുറകോട്ടുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഒന്ന് എടുത്തു നോക്കേ. 1.5 കിലോ മുടി തലേ കാണും, വീരപ്പനെ പോലെ മീശ കാണും, സൈഡിലൊക്കെ ഇങ്ങനെയല്ലേ കവളി മടൽ പോലെ വളർത്തി വെച്ചേക്കും. അങ്ങനെയുള്ളൊരു കാലമാണ് ഒരു 50 വർഷം പുറകോട്ട്. എന്നാൽ 4000 വർഷം പുറകോട്ടൊന്ന് പഠിച്ചേ. ഒരു തരത്തിലുള്ളതായ പരിഷ്കാരങ്ങളും ഇല്ലാത്ത കാലത്ത്
ഇങ്ങനെ എഴുതി വെച്ചാൽ ഇതുപോലൊരു മണ്ടത്തരം വേറെ ഇല്ല. ഇതൊക്കെയാണോടോ ദൈവം പറഞ്ഞെന്നും പറഞ്ഞു ആട്ടി എന്ന് പറഞ്ഞാൽ മോശ പറയും, എന്നെ തല്ലണ്ട സാറേ, ആത്മാവ് വെളിപ്പെടുത്തി ഞാൻ എഴുതി, കമ്പ്യൂട്ടർ യുഗം വരട്ടെ, ഇത് നടന്നോളൂ. എന്നെ കേൾക്കുന്ന നിങ്ങൾ പറഞ്ഞേ, നടന്നോ? ഹായ്, കണ്ടിട്ടില്ലേ ഇന്നത്തെ ന്യൂ ജനറേഷൻ പിള്ളേരുടെ തലയിലോട്ട് നോക്ക്, എവിടൊക്കെയാ വടിച്ചു വെച്ചേക്കുന്നതെന്ന് അവന് പോലും അറിയത്തില്ലെന്നും. കഴിഞ്ഞ ഒരു 7-8 മാസം മുമ്പ് തിരുവനന്തപുരത്ത് കളിയിക്കവള ഞാനൊരു യോഗത്തിന് പോയപ്പോൾ അവിടെ ഒരു ചെറുപ്പക്കാരനെ കണ്ടു. അവന്റെ മുടി ഇങ്ങനെ പറ്റ വെട്ടിയേച്ച് ഈ ഉച്ചി കൂടെ ബ്ലേഡ് കൊണ്ട് നൂല് പോലെ ഇങ്ങനെ വട്ടത്തേലൊക്കെ വടിച്ചു വെച്ചേക്കുക. ഈ മണ്ണിനകത്തൂടെ കുഴിയാനെ ഇഴഞ്ഞു പോകുമ്പോൾ ഒരടയാളം വീഴത്തില്ലയോ, ആ വലിപ്പത്തിൽ. ഞാൻ ചോദിച്ചു, എന്നാടാ തലയെ പടം വരച്ച് വെച്ചേക്കുന്നേ? അവൻ പറയും, അങ്ങള് തമിഴ് പടത്തിലെ നായകന്റെ തല ഇപ്പൊ ഇങ്ങനെ. കാര്യം പിടി കിട്ടിയോ? അതും നിവർത്തിയായി. തൊട്ടടുത്ത വാക്യം എന്താ വായിച്ചത്? താടിയുടെ അറ്റം വിരൂപമാക്കരുത്. അവിടെയും അറ്റമാ പ്രശ്നം, മനസ്സിലായോ? അപ്പൊ താടിയുടെ അറ്റം, അരിക, തുമ്പ്, വിളമ്പ് ഇതെല്ലാം പര്യായമാ. വിരൂപമാക്കി വെച്ചോണ്ട് നടക്കരുത്. ഇത് 4000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചാൽ അന്നത്തെ ആൾക്കാർക്ക് വന്ന് വേണമെങ്കിൽ എന്ത് മണ്ടത്തിലാണ് എഴുതിയത്. ഇവിടെ താടിയുടെ അറ്റവും മൂലം വെച്ചോണ്ട് നടക്കുന്നത് പിന്നെ യോ പരിഷ്കാരി പിള്ളേർ പോലോടും ചുമ്മാ മണ്ടത്തിൽ എഴുതി വെച്ച ആടി. മോശ പറയും, എന്നെ തല്ലണ്ട, ആത്മാവ് വെളിപ്പെടുത്തി ഞാൻ എഴുതി, കമ്പ്യൂട്ടർ യുഗം വരുമ്പോൾ സംഭവിച്ചോളും. പ്രിയമുള്ളവരെ, നിങ്ങൾ പറഞ്ഞേ, നടന്നോ? കൊണ്ടുന്നില്ല. ഇവിടെ ഇല്ലയോ? മാവേലിക്കര, ചെങ്ങന്നൂരൊന്നും ഇല്ലയോ? ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്, കണ്ടിട്ടില്ലയോ? ഇപ്പോഴത്തെ ചില പിള്ളേരുടെ താടിയുടെ അറ്റം ചുണ്ടിന്റെ കീഴെ ഒരു വര പോലിരിക്കും. ദൂരെ നിന്ന് നോക്കിയാൽ ഉമ്മക്കരി കൊണ്ട് വല്ല് തേച്ചേച്ച് മുഖം കഴുകാൻ മറന്നു പോയിട്ട് ഇറങ്ങി വന്നേന്ന് തോന്നുന്നു. പറ്റിപ്പിടിച്ചിരിക്കുക. അടുത്ത് ചെന്ന് നോക്കിയാലേ അറിയത്തുള്ളൂ ഇത് താടിയാണ്. ആ തരത്തിലിരിക്കുന്ന ന്യൂ ജനറേഷനും പ്രവചനത്തിന്റെ നിവർത്തിയാ. കുഞ്ഞു കാര്യമല്ലയോ? കുഞ്ഞു കാര്യം. വലുതിലോട്ട് വരാന്ന് നിങ്ങൾ ബേജാറാകേണ്ടിരിക്കുമ്പോ നമ്മൾ അങ്ങോട്ടാ വരുന്നത്. ശ്രദ്ധിക്കണേ. ഒരു കുഞ്ഞു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഗൗരവമുള്ള വിഷയത്തിലോട്ട് ഓടി വരാം. ആവർത്തനം 22:5 ഒന്ന് വായിച്ചു വിട്ടേ. പുരുഷന്റെ വസ്ത്രം സ്ത്രീയും സ്ത്രീയുടെ വസ്ത്രം പുരുഷനും ധരിക്കരുത്. ധരിച്ചാലോ അങ്ങനെ ചെയ്യുന്നവരൊക്കെയും നിന്റെ ദൈവമായ യഹോവയ്ക്ക് വെറുപ്പാകും. ദൈവം വെറുക്കുന്ന ഒരു കാര്യം തമ്പുരാൻ അങ്ങ് പറഞ്ഞു. എന്താ? പുരുഷന്റെ വസ്ത്രം സ്ത്രീയും സ്ത്രീ വസ്ത്രം പുരുഷനും എന്ത് ചെയ്യരുത്. അയ്യോ, 2 മാസം മുമ്പായി യേശുദാസ് ഇതൊന്ന് പറഞ്ഞതിന് പെണ്ണുങ്ങളെല്ലാം കൂടെ പുള്ളിയുടെ നെഞ്ചത്ത് കയറി. ഇവിടെ ദൈവം തമ്പുരാൻ പറയുക, സൃഷ്ടിച്ച തമ്പുരാൻ പറയുക, എന്താ? പുരുഷന്റെ വസ്ത്രം സ്ത്രീയും സ്ത്രീയുടെ വസ്ത്രം പുരുഷനും ധരിക്കരുത്, അത് ദൈവത്തിന് വെറുപ്പാ. എൻ്റെ ചിന്ത അതൊന്നുമല്ല. ഇവിടെ ഇപ്പോൾ ആരെന്തൊക്കെ ധരിച്ചെന്ന് കണക്കെടുക്കാൻ വന്നതുമല്ല ഞാൻ. എൻ്റെ ചിന്ത ഒന്നേ ഉള്ളൂ, എന്നെ അതിശയിപ്പിച്ച ചിന്ത. 4000 വർഷങ്ങൾക്കപ്പുറം മോശ ഈ വചനം എഴുതുമ്പോൾ അന്ന് പുരുഷന് പാൻറ് ഷർട്ടും സ്ത്രീക്ക് സാരിയും ചുരിദാറും ഒന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടോ? നിങ്ങൾ പഠിക്കുക. ഏതാണ്ട് 1941 പോലും മാറുമറയ്ക്കാത്ത ജനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നും വടക്കേ ഇന്ത്യയുടെ ഉൾഗ്രാമങ്ങളിൽ അത്തരത്തിൽപ്പെട്ടവരുണ്ട്, അല്ലേ? ഈ കമ്പ്യൂട്ടർ യുഗത്തിലും. അപ്പോൾ 4000 വർഷങ്ങൾക്ക് മുമ്പ് പുരുഷന്റെ വസ്ത്രം സ്ത്രീയുടെ വസ്ത്രം എന്നൊക്കെ പറഞ്ഞാൽ മോന്തക്കിട്ട് തോണ്ടല്ല കൊടുക്കുന്നത്, ഒരു അടിയും കൂടെ കൊടുത്തിട്ട് ഇവിടെ പുരുഷന്റെ വസ്ത്രം ഏതാണോ സ്ത്രീയുടെ വസ്ത്രം ഏതാണോ, ചണച്ചാക്ക് കൊണ്ടോ തോൽവാറ് കൊണ്ടോ ഇലക്കഷ്ണങ്ങൾ കൊണ്ടോ മനുഷ്യൻ നഗ്നത മറയ്ക്കണമെന്ന് ചിന്തിക്കുന്ന പ്രാചീന കാലത്ത് ഇതുപോലെ മണ്ടത്തിൽ എഴുതി വെച്ച ആടി. മോശ പറയും, എന്നെ തല്ലണ്ട, ആത്മാവ് വെളിപ്പെടുത്തി ഞാൻ എഴുതി, കമ്പ്യൂട്ടർ യുഗം വരട്ടെ, നടന്നോളും. പ്രിയമുള്ളവര്, സഹോദരിമാര് പറഞ്ഞേ, നിവൃത്തിയായോ? ആയില്ലേ? പിന്നല്ല. ഇന്ന് റോഡിൽ കൂടെ നടന്നു പോകുന്നത് ആണാണോ പെണ്ണാണോ വേഷം കൊണ്ടറിയാൻ ഒക്കത്തില്ല, സ്കാൻ ചെയ്ത് നോക്കേണ്ട ഗതിയാ, അല്ലേ? പഴയ കാലത്ത് സഹോദരിമാര് വളരെ പ്രാധാന്യം കൊടുത്തൊരു വസ്തുവായി ഈ തലമുടി എന്ന് പറയുന്നത്. പുകയൊക്കെ കൊള്ളിച്ചങ്ങ് നീട്ടി വളർത്തും. ചില ചെക്കന്മാർ പറയും, എനിക്ക് മുട്ടോളം മുടിയുള്ള പെണ്ണ് വേണം, സ്ത്രീധനം ഇല്ലെങ്കിലും വേണ്ടിയില്ല. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് അതെല്ലാം പോയി. ഇപ്പോൾ ഉള്ള മുടിയും വെട്ടിക്കളഞ്ഞ് മുട്ടയടിച്ച് തൊപ്പിയിട്ട് ജീൻസും വലിച്ചു കയറ്റി ബൈക്ക് ഓടിച്ചു പോകുന്ന പോക്ക് കണ്ടാൽ ഇതാണാണോ പെണ്ണാണോ? സഭാപ്രസംഗികന്റെ ഭാഷ പറഞ്ഞാൽ ആർക്കറിയാം? പുള്ളി അങ്ങനെ പറയുന്നത്. പ്രിയമുള്ളവര്, എന്തിനധികം പറയുന്നു, സൂപ്പർ സ്റ്റാർ സിനിമാ നായകന്മാര് പോലും ഇപ്പൊ സാരിയും ബ്ലൗസും ചുരിദാറും ഒക്കെ ഇട്ടോണ്ടാണ് മുക്കിന് ഫ്ലെക്സയിലും ബാനറയിലും എല്ലാം ചിരിച്ചോണ്ടിരിക്കുന്ന ഈ വഴിയാത്ര പോകുന്നവരും വാഹനം ഓടിച്ചു പോകുന്നവരെല്ലാം കണ്ടു മറന്ന കാഴ്ചയാണ്.
ഇതൊക്കെ ശരി തന്നെ. ആ പണ്ട് നിനക്ക് മനസ്സിലായില്ലോടി, ദിലീപിന്റെ കാര്യമാണ്, അവക്ക് മനസ്സിലായി. പിടി കിട്ടിയോ? അപ്പൊ അതും നിവർത്തിയായി അല്ലേ? ആ ഇതൊക്കെ കുഞ്ഞു കാര്യങ്ങളല്ലയോ പാസ്റ്ററെ? ആ എന്നാ ഇച്ചിരി വലിയ വിഷയത്തിലേക്ക് വരട്ടെ. വായിക്കച്ച 73-ാം സങ്കീർത്തനം 9-ാം വാക്യത്തിലേക്ക്. അവർ വായ് ആകാശത്തോളം ഉയർത്തുന്നു, അവരുടെ നാവ് ഭൂമിയിൽ സഞ്ചരിക്കുന്നു. കണ്ടുപിടുത്തമില്ല, ടെക്നോളജി ഇല്ല, ഇന്റർനെറ്റ് ഇല്ല, ശാസ്ത്രമില്ല. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആസാബ് എന്ന് പറഞ്ഞൊരു ഉപദേശം എഴുതി വെച്ചു, മനുഷ്യൻ അവന്റെ വായ് ആകാശത്തോളം ഉയർത്തും, അവന്റെ നാക്ക് ഭൂമിയിൽ സഞ്ചരിക്കും. പ്രിയമുള്ളവരെ, കണ്ടുപിടുത്തമില്ലാത്ത കാലത്ത് ആസാഫ് ഇത് എഴുതിയപ്പോൾ അവന്റെ മോന്തക്കിട്ട് തോണ്ടിക്കൊണ്ട് ചോദിക്കാമെടോ ആസാഫേ, മനുഷ്യന്റെ വായ് ആകാശത്തോളം ഉയർത്താൻ വായ എന്തുവാടോ വലിച്ചു കീറുവോ ആകാശത്തോട്ട്? അത് പോട്ടെ, അവന്റെ നാക്ക് ഭൂമി സഞ്ചരിക്കുമെന്ന്. നാക്കെന്തുവാടോ, പാമ്പോ ഇടഞ്ഞു നടക്കാൻ? അതോ കയറോ? ഓരോ മണ്ടത്തിന് അടി. ആരും ഇത് വെട്ടിക്കളഞ്ഞില്ല, ആരും ഈ പേപ്പർ കീറിക്കളഞ്ഞില്ല. എന്നെ കേൾക്കുന്ന സ്നേഹിത, 2015 കമ്പ്യൂട്ടർ യുഗത്തിൽ ഇന്ന് മനുഷ്യന്റെ വായ് ആകാശത്തോളം ഉയർത്തുന്നുണ്ടോ? മറുപടി, ആകാശത്ത് കൂടി പറക്കുന്ന റോക്കറ്റും ഫ്ലൈറ്റുകളും ഒക്കെ ഭൂമിയിലിരിക്കുന്ന മനുഷ്യന്റെ വായ ഇവിടെ ഇരുന്നു കൊണ്ട് അവിടുത്തെ റൂട്ട് നിയന്ത്രിക്കുന്ന കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും എത്തി തീർന്നില്ല. അവന്റെ നാക്ക് ഭൂമിയിൽ സഞ്ചരിക്കുമോ? തീപ്പട്ടിക്കൂട് പോലെ പോക്കറ്റിലിരിക്കുന്ന മൊബൈൽ എടുത്ത് ചെവി വെച്ചുകൊണ്ട് ഒരു ഹലോ പറഞ്ഞു നോക്കേ. മനുഷ്യന്റെ നാവ് സഞ്ചരിക്കാൻ തുടങ്ങിയ ടവറുകളിൽ നിന്ന് ടവറുകളിലേക്ക്, സാറ്റലൈറ്റിൽ നിന്ന് സാറ്റലൈറ്റിലേക്ക്, അങ്ങനെ ലോകത്തിന്റെ 5 വൻകരയിൽ ഈ രാത്രിയിലും മനുഷ്യന്റെ നാവ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയല്ലേ? പ്രവചനത്തിന്റെ നിവർത്തിയ. ഇനി ഉപദ്യ 1:4 ഒന്ന് വായിച്ചേ. നീ കഴുകനെ പോലെ ഉയർന്നാലും നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവെച്ചാലും അവിടെ നിന്ന് ഞാൻ നിന്നെ ഇറക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. കണ്ടുപിടുത്തമില്ല, ടെക്നോളജി ഇല്ല, പിടികിട്ടുന്നുണ്ടോ? തമ്പുരാന്റെ അരുളപ്പാട് കുറിച്ചു, മനുഷ്യ നീ ആകാശത്തുകൂടെ കഴുകനെ പോലെ പറന്ന് കളിച്ചാലും, നക്ഷത്രമണ്ഡലങ്ങളിൽ നീ കൂടുവച്ചാലും അവിടെ നിന്നും നിന്നെ താഴെ കൊണ്ടുവരാൻ കഴിവുള്ള ഒരു ദൈവമുണ്ടെന്ന് നീ മറക്കരുത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ വചനം എഴുതിയപ്പോൾ മനുഷ്യൻ ആകാശത്തൂടെ പറക്കുമെന്ന് വേണ്ട, ക്രിസ്ത്യാനിയുടെ ദൈവം എഴുതി വെച്ചേക്കുക. അയ്യേ, എങ്ങനെ പറക്കൂടൂ? ചിറക് കെട്ടി പറക്കൂ? അത് പോട്ടെ, നക്ഷത്രങ്ങളുടെ ഇടയിൽ മനുഷ്യൻ കാലുകുത്തും. പിന്നെ ആരെങ്കിലും ഇത് കീറിക്കളഞ്ഞോ? ആരെങ്കിലും ഇത് വെട്ടിക്കളഞ്ഞോ? 2015 കമ്പ്യൂട്ടർ യുഗത്തിൽ ജീവിക്കുന്ന സ്നേഹിത, ഇന്ന് മനുഷ്യൻ ആകാശമണ്ഡലം പറക്കുന്നുണ്ടോ? ഉണ്ടെന്നില്ല. പിന്നെ അച്ചാച്ചൻ ലീവിന് വന്നിട്ട് പോയല്ലേ ഉള്ളൂ. ആമേൻ. പോട്ടെ, നക്ഷത്രങ്ങളിൽ കാലുകുത്തിയോ? ചന്ദ്രൻ നക്ഷത്രമണ്ഡലമാ. മനുഷ്യന്റെ പാദം അവിടെ ചവിട്ടിയോ? ചൊവ്വായിലും വ്യാഴത്തിലും ഓക്സിജനും ജലാംശവും ഉണ്ടെന്ന് കണ്ടെത്തിയോ? അവിടെ മനുഷ്യന് വേണമെങ്കിൽ വസിക്കാമെന്ന് കണ്ടെത്തിയോ? അതുകൊണ്ട് അവിടെ പ്ലോട്ട് തിരിച്ചു വീട് വെക്കാൻ കല്ലും മണലും ഇവിടുന്ന് കൊണ്ടുപോകാൻ ഒക്കുവോന്ന് റിയൽ എസ്റ്റേറ്റുകാർ പഠനം നടത്തുന്ന വാർത്ത ഇന്റർനെറ്റുകളിൽ കാണുമ്പോൾ സ്നേഹിത, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഉലകത്തെ നിർമ്മിച്ച ഏക സത്യ ദൈവമായ എന്റെ ദൈവം വെളിപ്പെടുത്തി, നീ നക്ഷത്രമണ്ഡലങ്ങളിൽ പ്ലോട്ട് തിരിച്ചു വീട് വെച്ചാലും കൂട് വെച്ചാലും ഒരൊറ്റ നിമിഷം കൊണ്ട് നിന്നെ താഴെ കൊണ്ടുവരാൻ കഴിവുള്ള ഒരു ദൈവമുണ്ടെന്ന് നീ മറക്കരുത്. ചിലരുടെ ചിന്ത 2 നില വീടും 2 കാറും 2 ഏക്കർ റബ്ബറും ഉണ്ട് തികഞ്ഞെന്ന. അതുകൊണ്ട് സുവിശേഷം കേൾക്കുമ്പോൾ അവൻ ഇച്ചിച്ചിയ. എന്നെ കേൾക്കുന്ന സ്നേഹിത, ഒരൊറ്റ ക്യാൻസർ പോരെ നീ താഴെ വരും അല്ലേ? RCC ചെന്ന് നോക്ക്. അംബാനിയോട് കിടപിടിക്കാൻ തക്കവണ്ണം പണച്ചാക്കുകൾ അനേകർ ഒരു രാത്രി ഉറക്കം കിട്ടാതെ കിടപ്പുണ്ട് RCCയിൽ. ദൈവത്തെ മറന്ന് കളിക്കരുത്, ദൈവത്തെ മറന്ന് കളിക്കരുത്. നിന്നെ താഴെ കൊണ്ടുവരുന്നൊരു ദൈവമുണ്ട്. തീർന്നില്ല, ഒരൊറ്റ പ്രവചനവും കൂടെ പറഞ്ഞ് ഞാൻ അടുത്ത പോയിന്റിലേക്ക് ഓടി വരാം സമയത്തിന്റെ പരിമിതിയിൽ. അത് പറയുന്നതിന് മുമ്പ് ഒരു സംഭവം പറയാം. 2004
ഡിസംബർ 26 ഞായറാഴ്ച. ഒരു കാര്യം പറയാം, അത് കമ്പ്യൂട്ടർ യുഗമാ. 2004 കമ്പ്യൂട്ടർ യുഗമാ. തന്നെ എന്നാ കേട്ടു. 2004 ഡിസംബർ 26 ഞായറാഴ്ച പകൽ 10 മണി കഴികെ കേരളക്കരെ ഞെട്ടിത്തെറിപ്പിച്ചൊരു സംഭവം ഉണ്ടായി. മറന്നില്ലെങ്കിൽ ഒന്ന് പറഞ്ഞേ. എന്താ മാമി? സുനാമി. എന്താ ഈ സുനാമി? സമുദ്രത്തിലെ തിരമാല ഭൂമിയിലേക്ക് പൊങ്ങി വന്നു. ആ തിരമാല കുഞ്ഞിനെ ശാസ്ത്രജ്ഞന്മാരെല്ലാം കരങ്ങളിലെടുത്ത് പേര് വിട്ടു. മോളെ സുനാമിയേ വാവേ, അവരാ പേരിടുന്നത്. കാര്യം, കടല് വന്നപ്പോ സുനാമി എന്ന് വിളിച്ചു. ഒരു കാറ്റ് അമേരിക്കയിൽ അടിച്ചപ്പോ കത്രീന എന്ന് വിളിച്ചു. 3 മാസം മുമ്പ് കോവളത്തൊരു കാറ്റടിച്ചപ്പോ ഗസ്റ്റിമോളെ എന്ന് വിളിച്ചു. അവരാണ് പേരിടുന്നത്. ഇട്ടോട്ടെ, നമുക്കെന്നാ കേട്ടോ. 2004 ഡിസംബർ 26 ഞായറാഴ്ച സകല കണ്ടുപിടുത്തവും ടെക്നോളജിയും നിലവിലുള്ള സമയം. എന്നാ കേട്ടോ ദേശമേ, ഒരൊറ്റ മിനിറ്റ് മുമ്പ്, 1 മണിക്കൂർ മുമ്പ്, 1 ദിവസം മുമ്പ് ഒരൊറ്റ ശാസ്ത്രം മുന്നറിയിപ്പ് തന്നോ, സമുദ്രത്തിലെ തിരമാല ഇങ്ങനെ കയറി വരുമെന്ന്. തന്നോ? ഇല്ല. തന്നെങ്കിൽ വാരി കെട്ടിക്കൊണ്ട് പോത്തില്ലായിരുന്നുണ്ട്. ഉപദേശം എന്താ അങ്ങനെ ഉറപ്പിച്ചു പറയാം. കാരണം കേരളത്തിൽ ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ച ജില്ല ഞമ്മന്റെ സ്വന്തം ജില്ല, കൊല്ലം ജില്ല, ആലപ്പാട് തീരദേശം. 2004 ഡിസംബർ 26. എന്നാ കേട്ടു, ഒരൊറ്റ ശാസ്ത്രം മുന്നറിയിപ്പ് തരാതിരുന്നപ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രസംഗിക്കുന്ന വിശുദ്ധ ബൈബിളിൽ ഈ ഉലകത്തെ നിർമ്മിച്ച ഏക സത്യ ദൈവം വെളിപ്പെടുത്തി സുനാമി എന്തിനു വരും, എങ്ങനെ വരും, ആരുടെ നെഞ്ചത്തോട്ട് വരും. കേക്കണ്ടേ? ഇത് സുനാമി വന്നു പോയതിനു ശേഷം ഉപദേശിമാര് കുറിച്ചു വെച്ച വാക്കല്ല സ്നേഹിത. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ളൊരു വാക്ക്. ഒന്ന് കേട്ടേ. ആമോസ് 5-ാം അധ്യായം 7-ാം വാക്യത്തിലേക്ക്. ന്യായത്തെ കാഞ്ഞിരമാക്കി തീർക്കുകയും നീതിയെ നിലത്ത് തള്ളിയിടുകയും ചെയ്യുന്നവരെ. നിക്കട്ടെ. അപ്പൊ ആരുടെ മേല ഇത് വരുന്നത്? 2 കൂട്ടരുണ്ട് നമ്മുടെ നാട്ടിൽ. അവരുടെ മേല അതാരാ? ഒന്ന്, ന്യായത്തെ കാഞ്ഞിരമാക്കുന്നവരും, പിന്നെ നീതിയെ നിലത്തിട്ട് ചവിട്ടും. നോക്കണേ. ഒന്ന്, ന്യായത്തെ കാഞ്ഞിരമാക്കുന്ന ഒരു കൂട്ടം ജനം നമ്മുടെ നാട്ടിലുണ്ട്. 2, നീതിയെ നിലത്ത് തള്ളിയിട്ട് ചവിട്ടുന്നവര്. അതെന്തോ ഉപദേശം മനസ്സിലായില്ല, പറഞ്ഞുതരാം. ഈ കാഞ്ഞിരത്തിന്റെ പ്രത്യേകത എന്താ അമ്മേ? കയ്പ്. ഈ ന്യായം എന്ന് പറഞ്ഞാൽ എന്തുവാ? സത്യം അല്ലേ? നീതി അല്ലേ? അപ്പൊ ന്യായത്തെ കാഞ്ഞിരമാക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സത്യത്തെ കയ്പാക്കി തുപ്പിക്കളയുക എന്ന് പറഞ്ഞാൽ, മോനെ കുടിക്കല്ലേടാ, മക്കളെ വലിക്കല്ലേടാ, എടാ നീ ഇങ്ങനെ അടി ഇടിയാട്ടോ നടക്കല്ലേടാ, അയ്യോ അച്ഛാ ഭാര്യയെ തല്ലല്ലേ, അയ്യോ കള്ളു കുടിക്കല്ലേ, അയ്യോ ചേട്ടാ ഇങ്ങനൊന്നും നശിക്കല്ലേ, മോനെ നീ അങ്ങനെ പോകല്ലേ. ഇങ്ങനെ ന്യായമായ കാര്യം അങ്ങോട്ട് പറയുമ്പോൾ അവനിത് കാഞ്ഞിരം പോലെ കയ്പ. എന്നീക്കോസ് നമ്മളെ ഉപദേശിക്കാൻ വന്നിരിക്കുക, തുപ്പിക്കളയ. ന്യായത്തെ കാഞ്ഞിരമാക്കുന്ന ജനം. 2, നീതിയെ നിലത്ത് തള്ളിയിടുന്നവർ എന്ന് പറഞ്ഞാൽ വെള്ളമടിച്ച് മുണ്ടും മടക്കി കുത്തി കവലയെ നിന്ന് തെറി വിളിക്കുന്നവൻ അന്തസ്സായിട്ട് അവിടെ നിന്ന് വിളിക്കും. ആർക്കും പരാതിയില്ല. ഉണ്ടോ? പരാതി പറഞ്ഞാൽ പിറ്റേന്ന് അവന്റെ വീട്ടിൽ പോയി വിളിക്കും. അതുകൊണ്ട് മിണ്ടൂല. എന്നാൽ ഇപ്പുറത്തോട്ട് മാറി ഇന്ന് വെള്ളയുടുപ്പും കറുത്ത പാൻറ് വിട്ട് കുടിക്കല്ലേ വലിക്കല്ലേ എന്ന് പ്രസംഗിക്കുന്നവനെ കണ്ടാൽ കൊച്ചു കുഞ്ഞിന് വരെ ഒന്ന് നിലത്തിട്ട് ചവിട്ടിയാ കൊള്ളാന്ന് തോന്നുക അല്ലേ? ഇതെന്ത് കാലമാടാ? കാലമാടാ അല്ലേ? ഒരിക്കൽ കൊട്ടാരക്കരയ്ക്കടുത്ത മയിലം ഗ്രാമത്തിൽ ഞാനൊരു പരസ്യോഗത്തിന് പോയി. കവലയിൽ ഒരു ഗ്രാമത്തിന്റെ മൂലയിൽ ഞാൻ പ്രസംഗിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ
രണ്ട് അപ്പച്ചന്മാര് കൂനി 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 വന്ന് ഒരു കടയുടെ തിണ്ണയിലിരുന്ന് എൻ്റെ പ്രസംഗം കേട്ടു. 15 മിനിറ്റ് പ്രസംഗിച്ച് ഞാൻ മൈക്കെല്ലാം മടക്കി കെട്ടി പോകാൻ തുടങ്ങുമ്പോൾ ഈ അപ്പച്ചന്മാർ എൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞൊരു വാക്ക് കേൾക്കണോ? എൻ്റെ പൊന്നു കുഞ്ഞേ, നിങ്ങൾ ഇവിടെ കിടന്ന് തൊണ്ട കീറി ഈ നല്ല കാര്യം വിളിച്ചു പറഞ്ഞുകൊണ്ടൊന്നും ഇവിടെങ്ങും ഒരു ജനൽ തുറക്കാൻ പോകുന്നില്ല, ഇവിടെങ്ങും ഒരു കതക് തുറക്കാൻ പോകുന്നില്ല, ഇവിടെങ്ങും ആരും മകനിന്റെ മേളിലോട്ടൊന്നും വരാൻ പോകുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ഒക്കുമെങ്കിൽ നല്ല 4 തെറി ഈ മൈക്കിൽ കൂടെ ഒന്ന് വിളിച്ച് ഇവിടുത്തെ കുടുംബശ്രീയിലെ പെണ്ണുങ്ങളെല്ലാം ഇപ്പൊ പുറത്തു വരുമോ? സകല ജനലും തുറക്കും, സകല മതലിന്റെ മേളിലും തല കാണും. ഇത് കേൾക്കാനാ എല്ലാവർക്കും ഇഷ്ടം, അല്ലാതെ ഈ നല്ല കാര്യമൊന്നും ആർക്കും വേണ്ട. ഞാൻ പറഞ്ഞതല്ല, നാട്ടിലെ അപ്പച്ചന്മാര് പറഞ്ഞതാ. പ്രിയ സ്നേഹിത, സുവിശേഷത്തെ വൈരാഗ്യ മനസാക്ഷിയോടെ കാണുന്ന പലരെയും ഈ യാത്രകളിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. തിരുവൻമണ്ടൂർ ദേശത്ത് മനസാക്ഷി കൈവച്ചുകൊണ്ട് ഷമീറിന്റെ ചോദ്യത്തിന് ഒരു മറുപടി തരണം. സുവിശേഷം നിങ്ങളുടെ നാടിന് എന്ത് ദോഷം വരുത്തി പറയണം. സുവിശേഷം കേട്ട് ഈ നാട്ടിൽ ഒരുത്തൻ കുടിയനായിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പു തരുന്നു, ഇനി ഒരിക്കലും ഇങ്ങനൊരു കൺവെൻഷൻ ഇവിടെ നടത്തില്ല. നിങ്ങളുടെ സുവിശേഷം കേട്ടാണ് എൻ്റെ മോൻ കുടിയനായെന്ന് പറയാൻ ഒരമ്മയ്ക്ക് മുന്നോട്ട് വരാമോ? നിങ്ങളുടെ സുവിശേഷം കേട്ട എൻ്റെ കെട്ടിയോൻ എന്നെ ഉപേക്ഷിച്ചെന്ന് പറയാൻ ഒരു ഭാര്യയ്ക്ക് മുന്നോട്ട് വരാമോ? നിങ്ങളുടെ സുവിശേഷം കേട്ടാണ് എൻ്റെ മോൻ മയക്കുമരുന്നിന് അടിമയായെന്ന് പറയാൻ ഒരമ്മ മുന്നോട്ട് വരാമോ? സ്നേഹിത, കഴിയില്ല. കാരണം സുവിശേഷം ആരെയും നശിപ്പിച്ചിട്ടില്ല. മറിച്ച് മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കും അടിമപ്പെട്ട് അപ്പനും അമ്മയ്ക്കും നാടിനും വീടിനും തലവേദനയായി ജീവിച്ച അനേക ചെറുപ്പക്കാരെ, ഷമീറിനെ പോലെയുള്ള അനേക ചെറുപ്പക്കാരെ അമ്മയപ്പന്മാർക്ക് കൊള്ളാവുന്ന മക്കളാക്കി തിരിച്ചു കൊടുത്ത പുണ്യമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷം. ആമേൻ, ആമേൻ. പിന്നെ ചിലര് പറയുന്നത് അത് ഈ ശബ്ദം ഇങ്ങനെ ശബ്ദം. മനസാക്ഷി ഉണ്ടോ ഇവന്? ശബ്ദം പോലും മുക്കിന് 8 ഇഞ്ചിന്റെ ബോക്സ് കെട്ടിവെച്ച് 50,000 വാട്സിന്റെ സൗണ്ട് വിട്ട് റിമീട്ടോമയുടെ ഗാനമേള അടിക്കുമ്പോ ഇല്ലാത്ത പിരിയം കുത്ത് സുവിശേഷം കേൾക്കുമ്പോ എന്താ? ആമേൻ, ഹല്ലേലൂയ. അന്ന് SSLC-ക്കാരെ മുറിയിൽ പൂട്ടിയിടുവോ? അന്ന് ഹാർട്ട് അറ്റാക്ക് രോഗിയെ മാലിദ്വീപിലേക്ക് കയറ്റി അയക്കുവോ? ഒന്നുമില്ല, ഇവിടൊക്കെ തന്നെ ഉണ്ടെല്ലാരും. അന്നേരം ഒന്നുമില്ലാത്ത വിഷയമാ കുടിക്കല്ലേ വലിക്കല്ലേ മര്യാദയ്ക്ക് ജീവിക്കണമെന്നൊക്കെ പറയുമ്പം. ആമേൻ. ഇന്ത്യൻ പൗരത്വമുള്ള വോട്ടവകാശമുള്ള എല്ലാ പൗരന്മാർക്കും ഈ നിയമം, ഭരണഘടനയിൽ എഴുതി വയ്ക്കുന്ന നിയമം ഒരുപോലെയാണെന്നുണ്ടെങ്കിൽ അത് ക്രിസ്ത്യാനിക്ക് ഇച്ചിരി കുറവൊന്നൊന്നുമില്ല, കയ്യേലിരുന്നാ മതി. ആമേൻ. പിടികിട്ടുന്നുണ്ടോ? മറിച്ച് സുവിശേഷം നിങ്ങളുടെ നാടിന് എന്തെങ്കിലും ദോഷം വരുത്തിയിട്ടുണ്ടെങ്കിൽ, ഈ തിരുവൻമണ്ടൂര് പ്രവർത്തിക്കുന്ന പാസ്റ്റർമാരെന്ന് പറഞ്ഞ് വെള്ളയുടുപ്പിട്ടതാ ഇവിടെ ചിലർ ഇരിപ്പുണ്ട്. ഇവരാരെങ്കിലും ഈ തിരുവൻമണ്ടൂരുള്ള ഈ പരിസര പ്രദേശത്തുള്ള ഏതെങ്കിലും വീട്ടിൽ കയറി മര്യാദയ്ക്ക് അടുത്ത ഞായറാഴ്ച ഞങ്ങളുടെ പള്ളി വന്നില്ലെങ്കിൽ നിന്നെയൊക്കെ വീട്ടിൽ കയറി അടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറ, ഇവരെ ഞാനും 2 അടി കൊടുത്തു പോവാം. ഒരു ദോഷവും സുവിശേഷം നാടിന് വരുത്തിയിട്ടില്ല. ആമേൻ. അതുകൊണ്ട് കേൾക്കണം, ന്യായത്തെ കാഞ്ഞിരമാക്കുകയും നീതിയെ നിലത്ത് തള്ളിയിടുകയും ചെയ്യുന്ന ജനമേ, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ദൈവം പറഞ്ഞ വാക്ക് നീ കേൾക്കണം. വായിക്കച്ചാ. കാർത്തികയെയും മകരത്തെയും സൃഷ്ടിക്കുകയും കാർത്തികയെയും മകരത്തെയും സൃഷ്ടിച്ചവൻ, പിന്നെ അന്ധതമസിനെ പ്രഭാതമാക്കി മാറ്റുകയും എന്ന് പറഞ്ഞാൽ രാത്രിയെ പകലാക്കി മാറ്റുന്നവൻ, പിന്നെ പകലിനെ രാത്രിയാക്കി ഇരുട്ടുകയും പകലിനെ തിരിച്ച് രാത്രിയാക്കി ഇരുട്ടുന്നവൻ. അടുത്ത വാക്ക് ശ്രദ്ധിച്ചു കേട്ടോണം. സമുദ്രത്തിലെ വെള്ളത്തെ വിളിച്ച്, സമുദ്രത്തിൽ കിടക്കുന്ന വെള്ളത്തെ വിളിച്ച്. എങ്ങനെ നിങ്ങൾ പറഞ്ഞേ? വെള്ളത്തെ വിളിച്ച്. നിക്ക് എങ്ങനെ? വിളിച്ച്.
എന്ന് പറഞ്ഞാൽ എന്താ? വിളിക്കാതെ ഇങ്ങോട്ട് കയറി വരാൻ പുള്ളി അത്രയ്ക്ക് മാനം കെട്ടോനൊന്നുമല്ല. ആര്? സമുദ്രം. ചിലര് വിളിക്കാത്ത കല്യാണത്തിന് പോയി ആഞ്ഞടിക്കുന്ന പോലെ വിളിക്കാതെ ഈ തീരത്തോട്ട് കയറി വരാൻ സമുദ്രം അത്രക്ക് കുറഞ്ഞവനല്ല. വിളിച്ചിട്ടാ വന്നത്. ആര് വിളിച്ചു? ആര് വിളിച്ചു? ഉൽപ്പത്തി പുസ്തകം വായിക്കണം, വീട്ടിൽ പോയി. 1:10 വെള്ളത്തിന്റെ കൂട്ടത്തോട് അതിരിട്ട് മാറി നിൽക്കാൻ കൽപ്പിച്ച ഒരുത്തനെ കാണാം. ആ വെള്ളത്തിന്റെ കൂട്ടത്തിന് സമുദ്രമെന്ന് പേരിട്ട ഒരുവനെ കാണാം. യഹോവയായ ദൈവം, സൃഷ്ടാവായ ദൈവം, ജീവനുള്ള ദൈവം സൃഷ്ടിയായ സമുദ്രത്തെ എന്ത് ചെയ്തു? വിളിച്ചു. എന്നിട്ടോ എവിടെ പകരും? വായിക്കച്ച. ഭൂതലത്തിൽ പകരുകയും ചെയ്യുന്നവനെ അന്വേഷിച്ചു. സമുദ്രത്തിൽ കിടക്കുന്ന വെള്ളത്തെ വിളിച്ച്, എങ്ങനെ വിളിച്ച് എവിടെ പകരും? ഭൂതലത്തിൽ പകരുകയും ചെയ്യുന്നവനെ അന്വേഷിപ്പിൻ, 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 അന്വേഷിപ്പിൻ. തിരുവൻമണ്ണൂർ ദേശമേ, അവനെ അന്വേഷിപ്പിൻ. ഒരൊറ്റ വാക്കുകൊണ്ട് സമുദ്രത്തിലെ വെള്ളത്തെ വിളിച്ചു വരുത്തി ഭൂമിയിൽ പകരാൻ കഴിവുള്ളൊരു ദൈവമുണ്ട്. അറിയണോ അവന്റെ പേര്? വായിച്ചു കൊടുച്ച. അവനെ അന്വേഷിപ്പീൻ. അടുത്ത വാക്ക് യഹോവ എന്നാകുന്നു അവന്റെ നാമം. ഹല്ലേലൂയ. നീ കേൾക്കുന്നുണ്ടോ? ഇനി 1-2 സംഭവം പറയാൻ പോവുക. ഇത് സംഭവിച്ച ഡേറ്റിന് 2 പ്രത്യേകതയുണ്ട്. 2004 ഡിസംബർ 26. അതിൽ ഒരു പ്രത്യേകത ഞാൻ പറയാം, ഒന്ന് നിങ്ങളങ്ങ് പറഞ്ഞാൽ മതി. ഒന്ന്, ഞായറാഴ്ച. എന്താ ഞായറാഴ്ച? കർത്തൃ ദിവസം, കർത്താവ് ഉയർത്തെഴുന്നേറ്റ ദിവസം, ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം, ചിലർക്ക് അവധി ദിവസം, ചിലർ പോത്തിറച്ചി മേടിക്കുന്ന ദിവസം, അങ്ങനെ ഞായറാഴ്ച ദിവസം. 2ാമത്തെ പ്രത്യേകത നിങ്ങൾ പറയണം, ഡിസംബർ 26. എന്താ? അത്രേ ഉള്ളൂ. ക്രിസ്തുമസിന്റെ പിറ്റേ ദിവസം. നാട്ടുഭാഷ പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ യേശുവിനെ ജനിപ്പിച്ചതിന്റെ പിറ്റേ ദിവസം അല്ലേ? കാരണം എല്ലാ ക്രിസ്മസിനും ജനിപ്പിക്കും, ദുഃഖവെള്ളിക്ക് കൊല്ലും. 1 വയസ്സ് പോലും വളരാൻ അനുവദിച്ചിട്ടില്ല ഇന്ന് വരെ. എടാ, അടുത്ത ക്രിസ്മസ് വരെങ്കിലും ഒന്ന് വളർത്തടാ, 1 വയസ്സെങ്കിലും ആട്ടടാ. സമ്മതിക്കൂല. അതിനു മുമ്പേ കൊന്നു കളയും. കൊല്ലാൻ പോകുന്ന രംഗം തിരുവനന്തപുരത്ത് കാണണം. റോഡിൽ കൂടെ പെണ്ണുങ്ങളെല്ലാം നിലവിളിച്ചോണ്ട് പോകുന്ന ആ കരച്ചിൽ കാണുന്ന നമുക്ക് കരച്ചിൽ വരും. അത്ര സങ്കടമാണ് റോഡിൽ കൂടെ ഒക്കെ കരഞ്ഞോണ്ട് പോവുക. ഞാൻ പ്രിയമുള്ളവരെ, വേദപുസ്തകം എന്താ പറയുന്നേ? ക്രൂശിൽ കിടന്ന് പിടയുന്ന പ്രാണനാഥനെ നോക്കി യെരൂശലേമിലെ പെണ്ണുങ്ങളും ഇതുപോലൊന്ന് കരഞ്ഞതാ അല്ലേ? അയ്യോ എന്നെ പോലെ കർത്താവേ, നിനക്ക് ഗതി വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരു കരച്ചില്. ചിലരങ്ങനെ ഇങ്ങനെ പറഞ്ഞ് കരയല്ലേ. ഞാൻ ഈ ഇടയ്ക്ക് ഒരു മരണ വീട്ടിൽ പോയപ്പോ ഉണ്ട് ഒരു ആന്റി നെഞ്ചത്തിട്ട് പൊടാന്നൊരു ഇടി ഇടിച്ചോണ്ട് ചോദിക്കുക, ഇനി ആരുണ്ട്? ഇത് കേട്ടപ്പോ എനിക്കൊരു വെല്ലുവിളി പോലെ തോന്നിയ കാര്യം. ഒരുത്തനെ പെട്ടിയിലാക്കി ഇനി ആരുണ്ടോ അത് ചോദിക്കുന്നു. അങ്ങനെ കരച്ചിലുണ്ട്. ഏതായാലും യെരൂശലേമിലെ പെണ്ണുങ്ങള് അങ്ങ് നിലവിളിച്ച് തുടങ്ങിയപ്പോൾ എന്റെ കർത്താവ് പറഞ്ഞ വാക്ക് ക്രിസ്ത്യാനി വായിച്ചിട്ടുണ്ടോ? കർത്താവ് പറഞ്ഞ, യെരൂശലേമിലെ പെണ്ണുങ്ങള് എന്നെ ചൊല്ലി കരയണ്ട. എന്താ കാര്യം? സ്വർഗത്തിൽ നിന്ന് രാവിലെ ജോഗിങ്ങിന് ഇറങ്ങിയ വഴിക്ക് റോമായുടെ സമീപത്തൂടെ പോയപ്പോ എന്നെ അബദ്ധത്തിൽ പിടിച്ച് ക്രൂശിച്ചതല്ല നീ കടന്നു മോങ്ങാൻ. നിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ, നിന്റെ പാപത്തിൽ നിന്ന് നിന്നെ വിടുവിപ്പാൻ, സ്വന്തം പ്രാണനെ തരുവാൻ സ്വർഗത്തിൽ നിന്ന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ഇറങ്ങി വന്ന ഞാൻ, ചാകാൻ മെനക്കെട്ട് വന്ന ഞാൻ ക്രൂശിൽ കിടക്കുന്നതിന് നീ എന്തിനാ മോങ്ങുന്നേ? നീ എന്നെ ചൊല്ലി കരയണ്ട, മറിച്ച് നാളെ അരനിക്കറിട്ട് തലതെറിച്ചു പോകുന്ന ഒരു തലമുറ നിന്റെ വീട്ടിൽ വരും, അതിനെ ഓർത്ത് കരഞ്ഞോളാൻ പറഞ്ഞു. ആമേൻ. പക്ഷേ പെണ്ണുങ്ങള് അങ്ങ് കരയുക. അയ്യോ, ഈ കരച്ചില് കണ്ടാ നമുക്ക് തന്നെ കരച്ചിൽ വരുന്ന കരച്ചിലാ. ഹല്ലേലൂയ. ചില ആണുങ്ങൾ കൊണ്ട് അന്നത്തെ ദിവസം കരയും. കാര്യം യേശുവിനെ ചുംബിച്ച് യാത്രയക്കാൻ പോവുക. ശംഭു വെച്ച ചുണ്ടും വെള്ളമടിച്ച് കറുത്ത ചുണ്ടും കൊണ്ടാണ് എന്നും പറയും. യൂദാ തോറ്റു പോകുന്ന ചുംബനമായി അവന്റെ ചുംബനം. മനസ്സിലായോ?
ഇതെല്ലാം കൊണ്ടാ ചെല്ലുന്നത് യേശുവിനെ കൊന്നുകളയാൻ. എന്തെല്ലാം രംഗങ്ങളാ. അതുകൊണ്ട് ആ ക്രിസ്മസ് ദിനം വന്നാൽ നമ്മുടെ നാട്ടിൽ രസകരമായ ചില രംഗമാണ്. ചില VVIPകളൊക്കെ കാറെ വന്നിറങ്ങി കടക്കാരോട് ചോദിക്കുന്ന ചോദ്യം കേട്ടിട്ടുണ്ടോ? യേശുവിന് എന്താ വില? 150. യോസേപ്പിനോ 100. മറിയയ്ക്കോ 100. ദൂതന്മാർക്കോ 50. ഭയങ്കര വിലയാണല്ലോടൂ സാറേ. കുടുംബമായിട്ടെടുത്താൽ 200 രൂപയ്ക്ക് തരാം. യേശുവിന്റെ കുടുംബത്തിന്റെ വില 200. 3 മാസം കഴിഞ്ഞ് കിളയക്കാരൻ വന്ന് പറമ്പ് കളയ്ക്കുമ്പോൾ യേശുവിന്റെ തല വാഴ ചോട്ടിയെന്ന്, യോസേപ്പിന്റെ കാല് തെങ്ങിൻ ചോട്ടിയെന്ന്. കാര്യം അടുത്ത വർഷം വേറെ വരുമല്ലോ. നാണം കെട്ടിടപാട്. എന്നിട്ടും കോളർ പൊട്ടിക്കുക. ഞങ്ങൾ ജനിച്ചത് ഷമീർ ഇങ്ങനെ ഇന്നലെ ഇങ്ങോട്ട് വന്നേ, ഷമീർ ഇന്നലെ വന്നാൽ മതി. ആമേൻ. കേൾക്കുന്നുണ്ടോ? ഹല്ലേലൂയ. എന്നാൽ കേട്ടോ, 2004 ഡിസംബർ 26 ഞായറാഴ്ച പകൽ 10 മണി കഴികെ ഇവിടെ വായിച്ച വചനപ്രകാരം സൃഷ്ടാവായ ദൈവം സൃഷ്ടിയായ സമുദ്രത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ആവേ സമുദ്രമേ ആലപ്പാട് തീരദേശത്തേക്ക് കയറാം. ഇനി എൻ്റെ ഒരു ചിന്ത പറയാൻ പോവാ. ബൈബിളിൽ ഇല്ല. എൻ്റെ ഒരു ചിന്ത പറയാം. വേണമെങ്കിൽ എടുത്താൽ മതി, അല്ലെ കളഞ്ഞാലേ. ഒരു ചിന്ത. ആമേൻ. ഒരു പക്ഷേ സമുദ്രം ഇങ്ങനെ ചോദിച്ചു കാണും, യഹോവേ എന്താ കേറുന്നില്ലേ? അല്ല ഇന്ന് തന്നെ കേറണോ? എന്താ? അല്ല ഇന്നലെ ക്രിസ്മസ് കഴിഞ്ഞല്ലേ ഉള്ളൂ, എല്ലാം ഫിറ്റായി കിടക്കുക. ക്രിസ്മസ് ഫിറ്റാവാനാണല്ലോ. എന്റെ ദൈവം പറയും, സമുദ്രമേ ഇവർ ന്യായത്തെ കാഞ്ഞിരമാക്കുന്ന ജനമാ, നീതി പ്രസംഗിക്കുന്ന എന്റെ അഭിഷിക്തന്മാരെ നിലത്തിട്ട് ചവിട്ടുന്ന ജനമാ. അതുകൊണ്ട് കോംപ്രമൈസ് വേണ്ട, കയറിക്കോ. സ്വർഗം ഓർഡർ കൊടുത്തപ്പോൾ സൃഷ്ടാവിന്റെ വാക്ക് സൃഷ്ടി അനുസരിച്ചതിന്റെ പേരാണ് സുനാമി. ആമേൻ. ഇനി ആത്മാവിനെ പ്രാപിച്ച ദൈവമക്കൾ ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ സ്തുതിക്കാൻ വകയുള്ളൊരു ദൂത് ഞാൻ പറയാൻ പോവാ. ആത്മാവിലാകുന്നതാ ഈ ദൂത് കേട്ടു സ്തുതിച്ചോണം. അല്ല ഉളുക്കും പിരിപ്പും ധരിപ്പും കേൾക്കുമ്പോൾ അടിച്ചു കൊടുക്കരുത്. ആമേൻ. എന്ത് കേട്ടാലും അടിച്ചു കൊടുക്കാനിരിക്കുക കുറെ എണ്ണം. ആമേൻ. കേൾക്കുന്നുണ്ട്? ആണെന്ന് വെറുതെ പറഞ്ഞൊന്നുമല്ല. ഹല്ലേലൂയ. ഈ അടക്കം ഒരുത്തിൽ നിന്നുകൊണ്ട് വിളിച്ചോ, ബിനു 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 എന്നൊരു പേരെന്നെ കാണിക്കുന്നു. ബിനു ഉണ്ടോ? ബിനു ഉണ്ടോ? ബിനു ഉണ്ടോ? ബിനു ഇല്ലേ? ഇനിയിപ്പോ ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ, ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ. അത് കേൾക്കുന്ന ഉടനെ അടിക്കാതെ നേരെ പുസ്തകത്തിലോട്ടും കൂടെ ഒന്ന് വരണം. പുസ്തകത്തിൽ എന്താ? യേശു എരിഹോവിനടുത്ത് എത്തിയപ്പോൾ നിന്നുകൊണ്ട്, ഇവിടെ ഏതോ ഒരു മരത്തിൽ സക്കായി ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ടോ? ഉണ്ടോ? എടാ നിന്റെ വീട്ടിൽ വരാനാന്നു, ഇങ്ങോട്ട് ഇറങ്ങി വരാനും. ഇങ്ങനാന്നാ വിളിച്ചേ? അവ ഇരുന്ന മരത്തിന്റെ കീഴെ എത്തി മേപ്പോട്ട് നോക്കി, സക്കായേ ഇപ്പോട്ട് പാടാ, പുരുഷാരം നിന്നെ കണ്ടില്ല, എന്റെ ആത്മാവ് നിന്നെ കണ്ടു. അതാണ് പരിശുദ്ധാത്മാവ്. അല്ല ഉണ്ടോ, ഉണ്ടെങ്കിൽ ഉണ്ടാകാം, കറക്കി കുത്തുന്ന വകുപ്പല്ല പരിശുദ്ധാത്മാവ്. സ്തോത്രം പോയി. അത് ഈ കുഴപ്പം എന്തോന്നറിയാമോ? ചിലർ പഠിച്ചു വെച്ചിരിക്കുന്നത് പിതാവ് കൂടിയ ദൈവം, പുത്ര ഇച്ചിരി കുറഞ്ഞത്, പരിശുദ്ധാത്മാവ് ഏറ്റവും കുറഞ്ഞത്. അതായി പ്രശ്നം. തൃത്വത്തിൽ 3 ആളത്വവും സാക്ഷാൽ ദൈവമാണ്. ദൈവത്തിന്റെ വായിന്ന് 2 വാക്ക്, ഊവ ഊവ, ഇല്ല ഇല്ല. പുസ്തകം പറയുന്നു അതിനപ്പുറം ഉള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. ആണോ? പരിശുദ്ധാത്മാവിനെ ആരും ദുഷ്ടനാക്കരുത് കേട്ടോ. ഉണ്ടോ, ഉണ്ടെങ്കിൽ ഉണ്ടാകാം. അടുത്ത ആഴ്ചയിൽ ഒരു പ്രവൃത്തി വരുന്നു. ഏത് പ്രവൃത്തിയാ? അങ്ങനൊന്നും ഇങ്ങോട്ട് ചോദിക്കാതെ ഏറ്റെടുത്ത് അങ്ങോട്ട് പ്രാർത്ഥിക്കും. എന്തെങ്കിലും ഒന്ന് വരും. ഒന്നുമില്ല, കാല് കല്ലി തട്ടിയെങ്കിലും വീടുവന്ന് എന്തെങ്കിലും കേട്ടോ ഉടനെ അടിച്ചു കൊടുക്കാതിരിക്കുക. ഹല്ലേലൂയ. പോട്ടെ, ഞാനിവിടെ ഇതൊന്നും എല്ലാം വിട്ട് വേറൊരു മെസ്സേജിലോട്ടാണ് ഞാൻ വന്നേ. വേറുള്ളിടത്ത് ഇങ്ങനൊന്നും അല്ല. ഈ കണ്ടീഷൻ ഇങ്ങനെ ആയതുകൊണ്ടും ഒക്കെയാണ് ഞാൻ സബ്ജക്റ്റ് ഒന്ന് മാറ്റി പിടിച്ചത്. ഇല്ലെങ്കിൽ ഇതൊന്നും അല്ല പറയുന്നത്. കേട്ടവർക്കൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, പലർക്കും പ്രസംഗം അറിയാം. വിഷയത്തിലോട്ട് ഓടി വരിക. അപ്പൊ ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കാൻ വകയുള്ളൊരു ദൂതത അങ്ങോട്ട് തരാം. 2004 ഡിസംബർ 26 ഞായറാഴ്ച പകൽ 10 മണി കഴികെ സൃഷ്ടാവായ ദൈവം സൃഷ്ടിയായ സമുദ്രത്തെ തീരദേശത്തേക്ക് വിളിച്ചപ്പോൾ എന്നെ കേൾക്കുന്ന ബഹുമാന്യരെ, ആലപ്പാട് തീരദേശത്തും കൊട്ടിപ്പാടി കലവില പറയുന്ന ദൈവമക്കളുള്ള സ്ഥലമാണ്.
ആമേൻ. എന്നാ കേട്ടോ, ഞായറാഴ്ച പകൽ 10 മണി കഴിഞ്ഞപ്പോൾ ദൈവജനം എവിടെ പോയച്ചാ? ആരാധനയ്ക്ക് ആലയത്തിൽ പോയി. സ്വന്തം മക്കളെ ദേശത്തു നിന്ന് മാറ്റി നിർത്തിയേച്ച് സമുദ്രത്തെ വിളിച്ച് ഭൂതലത്തിൽ പകർന്നപ്പോൾ അഭിമാനത്തോടെ ഷമീർ പറയട്ടെ, ഒരൊറ്റ ദൈവ പൈതൽ അവിടെ നഷ്ടപ്പെട്ടതായി ഇന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെയെങ്കിൽ സ്നേഹിത, മതലും ഗേറ്റുമില്ലാതെ തുറന്നു കിടക്കുന്ന വെന്തിക്കോസുകാരെ കാണുമ്പോൾ ആർക്കും കയറി തോണ്ടാവുന്ന ഒരു ചണ്ടയാന്നാ ചിലരിക്കുന്ന മനസ്സേരിക്കത്തേ ഉള്ളൂ. ഇതിന്റെ ഊട്ടായി അവൻ ഉയരത്തിലുണ്ട്. ഇതിനെ ലോകത്തിലാക്കി വെച്ച ജീവനുള്ളൊരു ദൈവമുണ്ട്. നീ കണക്ക് കൊടുക്കേണ്ടി വരും അവിടെ. അറിയോ, മതലും ഗേറ്റുമില്ലാതെ തിരുവനന്തപുരം മുതൽ ന്യൂഡൽഹി വരെ നീണ്ടു നിവർന്ന് കിടക്കുക റെയിൽവേ പാളം, ഇല്ലയോ വെച്ചാ? ഇവിടെ വീട്ടുമുറ്റത്തൊരു തകരപ്പാട്ട കിടന്ന ആക്രിക്കാരൻ വെറുതെ വിടുവോ? അവൻ എടുത്തിട്ട് കടല തരും, കടല അല്ലേ? മതലുമില്ല, ഗേറ്റുമില്ല, സെക്യൂരിറ്റി ഇല്ല. തുറന്നു കിടക്കുന്ന റെയിൽവേ പാളത്തിൽ കിലോ കണക്കിന് ഇരുമ്പ് ഉരുക്കും കിടപ്പുണ്ട്, ഇല്ലയോ വെച്ചാ? എന്താ ഇവൻ 2 ദിവസം കൊണ്ട് ഇവൻ ഇതെല്ലാം കൂടെ വാരി വിറ്റ് പണക്കാരനാകത്തെ? എന്താ ആക്രിക്കാരൻ? ആ സൗകര്യം പറഞ്ഞു കേട്ടാ, വിൽക്കാൻ കൊണ്ടു ചെന്നാൽ വിവരം അറിയുമെന്ന്. കാര്യം മതലും വേണ്ട, ഗേറ്റും വേണ്ട. ആമേൻ. നോക്കേ, ആമേൻ. കേസ് പറയാൻ ഡൽഹിക്ക് പോകണം. ഉമ്മൻചാണ്ടിയോട് പറഞ്ഞാലും തീരത്തില്ല. കാര്യം ഇതിന്റെ പിടി അങ്ങ് കേന്ദ്രത്തിലാ. നീ കണക്ക് കൊടുക്കേണ്ടത് അവിടെ. പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിനു വേണ്ടി ന്യായം പറയാൻ ലോകത്തിന്റെ പോലീസ് വന്നില്ലെന്ന് വരും, ലോകത്തിന്റെ രാഷ്ട്രീയം ഇറങ്ങിയില്ലെന്ന് വരും. പക്ഷേ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ ലോകത്തിൽ സ്ഥാപിച്ച ഒരു കേന്ദ്രമുണ്ട്. ഇത് കേന്ദ്രത്തിന്റെ മക്കളാണ്. സ്വത്രം പറഞ്ഞില്ല. ചിലരൊക്കെ കണ്ണു തള്ളുന്ന കണ്ടിട്ട് എനിക്ക് തോന്നി, ആ കേന്ദ്രത്തിന്റെ എന്ന് പറഞ്ഞോണ്ട് ഇവര് വിചാരിച്ചു മോഡിയുടെ ആയിരിക്കും. മോഡിയൊന്നും നമുക്ക് വലിയ വിഷയമാണോ? ഞാൻ ചിലയിടത്തൊക്കെ ചെല്ലുമ്പം ചിലരങ്ങ് ഈ മോഡി വന്നു എന്നും പറഞ്ഞിട്ടങ്ങ് ഭയങ്കര പ്രാർത്ഥന. പ്രിയമുള്ളവരെ, ആര് ഭരിച്ചാൽ നമുക്കെന്താ പ്രശ്നം? ഭരണാധികാരികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക എന്നാണ് ദൈവം നമ്മളോട് പറഞ്ഞേക്കുന്നത്. അല്ലാതെ ആരും നമ്മൾ വിരോധിക്കേണ്ട ഈ കാര്യം നമുക്കില്ല. ആര് വേണമെങ്കിലും ഭരിച്ചോട്ടെ, നമുക്കെന്താ പ്രശ്നം? നാം കുളിച്ചിട്ട് തലതോർത്തുന്ന ടവലിൽ പൊഴിയുന്ന ഒരു മുടി നാരിഴ പോലും എന്റെ ദൈവം അറിയാതെയല്ല എന്ന് എഴുതിയിരിക്കുക. പിന്നെ എന്തിനാ ഇതൊക്കെ കണ്ടു പോകുന്നേ? ഇനി ഏതും പോരാഞ്ഞിട്ട് നമ്മുടെ അപ്പച്ചന്മാര് പണ്ട് പാടി തന്നില്ലയോ, ലോക സുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ. എന്നെ മാടി വിളിച്ച മോടി വിളിച്ചാലും സുന്ദരനാ മനോഹര നിന്നെ വിട്ട് പോത്തില്ലെന്ന് പണ്ടേ നമ്മൾ പാടിക്കഴിഞ്ഞ് പിന്നല്ലേ ഇതൊക്കെ വന്നത്. ഇതൊക്കെ ദർശനത്തിൽ എഴുതിയ പാട്ടാച്ച, പിന്നല്ല. അപ്പൊ അത് കേട്ട്, അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ സൂക്ഷിക്കുന്ന ഉടയവൻ ഉയരത്തിലുണ്ട്. ഞങ്ങളൊക്കെ മലബാർ തുടങ്ങി തിരുവനന്തപുരം വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണ്ടകളെ കൊണ്ടൊന്നും അല്ല നടക്കുന്ന, ഒറ്റയ്ക്കാ സഞ്ചരിക്കുന്നത്. ഹല്ലേലൂയ. സൂക്ഷിക്കുന്ന ദൈവമാ. തേങ്ങ വീണാലും മരിക്കും. അതുകൊണ്ട് ഇവിടെ അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. ആരും 500 തികച്ചിട്ടില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ആമേൻ. ചിലർ പറയും സുവിശേഷം അവസാനിപ്പിക്കാൻ ആ പാസ്റ്ററത്തല്ലാം ഈ പാസ്റ്ററത്തല്ലാം. എടാ കുഞ്ഞേ, നീ ഒന്ന് ചിന്തിച്ച്, ഈ സ്റ്റേജിൽ കയറി വന്ന് ഷമീറിനിട്ട് അല്ല എന്നെ അങ്ങ് കൊല്ല്, എനിക്ക് അത്രയും പെട്ടെന്ന് പോവാം, അത് സന്തോഷം. പക്ഷെ അതുകൊണ്ട് അടുത്ത വർഷം കൺവെൻഷൻ നടക്കത്തില്ലേ? കർത്താവ് വന്നില്ലേ അടുത്ത വർഷം കൺവെൻഷൻ നടത്തും. ഷമീർ കൊല്ലം എന്നുള്ള പേരിന്റെ സ്ഥാനത്ത് സിയാദ് മുഹമ്മദ് കോട്ടയം വരും. സിയാദിനെ തല്ലണം, കൊല്ലണം. അടുത്ത വർഷം കൺവെൻഷൻ നടക്കും, പാസ്റ്റർ നസീർ ആലപ്പുഴ വരും. നസീറിനെ കൊല്ലണം, അടുത്ത വർഷം കൺവെൻഷൻ നടക്കും, പാസ്റ്റർ ഷാജഹാൻ മലപ്പുറം വരും. ഷാജഹാനെ കൊല്ലണം, അടുത്ത വർഷം കൺവെൻഷൻ നടക്കും, പാസ്റ്റർ ഷക്കീർ മുഹമ്മദ് വരും. ഷക്കീറിനെ കൊല്ലണം, അടുത്ത വർഷം കൺവെൻഷൻ നടക്കും, പാസ്റ്റർ ഇസ്മായിൽ വരും. അങ്ങനെ കൊന്നു നീയും തട്ടിപ്പോവും. സഭ വളർന്നുകൊണ്ടിരിക്കും. ഇതല്ലേ വർഷങ്ങളായി ഇവിടെ സംഭവിച്ചത്? അതുകൊണ്ട് സ്നേഹിത, ഇത് അക്രമത്തിൻ്റെയോ
പീഡനത്തിൻ്റെയോ ബോംബിൻ്റെയോ മാർഗമല്ല, ഇത് സ്നേഹത്തിൻ്റെ സന്ദേശം. മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. ഈ ജനത്തെ സൂക്ഷിക്കുന്ന ദൈവം ഉയരത്തിലുണ്ട്. ഞാൻ വിഷയത്തിലോട്ട് ഓടി വരട്ടെ. ഉപദേശിച്ചു പറഞ്ഞു, ബൈബിൾ പ്രവചന ഗ്രന്ഥമാ. അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാ ഇവിടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓ അല്ല, അത് മനസ്സിലായി. അതിനിപ്പോ എന്താ? അത്രയും മനസ്സിലായെങ്കിൽ അടുത്ത പോയിന്റിലേക്ക് വരാം. അങ്ങനെ വേദപുസ്തകത്തിൽ എഴുതപ്പെട്ട ചെറുതും വലുതുമായ കാര്യങ്ങൾ 2015 കമ്പ്യൂട്ടർ യുഗത്തിൽ നിവർത്തി ആയെങ്കിൽ ഇന്ന് നിവർത്തിയാകാൻ പോകുന്ന ഒരു പ്രവചനമാണ് കുറിവാക്യമായി ഞാൻ വായിപ്പിച്ചത്. അത് പ്രവാചകൻ പറഞ്ഞതല്ല, പുരോഹിതൻ പറഞ്ഞതല്ല, രാജാക്കന്മാര് പറഞ്ഞതല്ല, നേതാക്കന്മാര് പറഞ്ഞതല്ല. സാക്ഷാൽ ദൈവമായ ക്രിസ്തു സ്വന്തം നാവ് കൊണ്ട് പറഞ്ഞു, ഞാൻ പോയതുപോലെ തന്നെ വീണ്ടും മടങ്ങി വരും. എന്നെ കേട്ട നിങ്ങൾ മറുപടി പറ. തലമുടി പഠിക്കാൻ നിവർത്തിയായെങ്കിൽ, താടിയുടെ ഏറ്റ നിവർത്തിയായെങ്കിൽ, മനുഷ്യൻ ആകാശത്ത് പറഞ്ഞെങ്കിൽ, നക്ഷത്രമണ്ഡലങ്ങളിൽ കൂടിവെച്ചെങ്കിൽ, സമുദ്രത്തിലെ തിരമാല ഭൂമിയിലേക്ക് വന്നെങ്കിൽ, യേശു സ്വന്തം നാവ് കൊണ്ട് പറഞ്ഞത് നടക്കാതിരിക്കും. പറയൂ, അത് സംഭവിച്ചിരിക്കും. ഇനിയും കുറഞ്ഞോന്ന് കഴിയുമ്പോൾ വരുവാനുള്ളവൻ വരും നിശ്ചയം. അതിന് വിശദീകരിക്കാൻ എന്നെ തന്ന സമയം കഴിഞ്ഞ 5 മിനിറ്റ് കൂടുതലായി. വിശദീകരിക്കാൻ സമയമില്ല. പക്ഷെ ഒന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം. പ്രവചന സംഭവങ്ങൾ, പ്രകൃതി സംഭവങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, ഭരണകൂടത്തിന്റെ മാറ്റം, സകലതും വിരൽ ചൂണ്ടുന്ന യാഥാർത്ഥ്യം കാഹളം ധ്വനിക്കാൻ ഇനി അധിക സമയമില്ല. പച്ചമ്മാടെ കാലം തൊട്ടേ കേൾക്കുന്നെന്ന് പറഞ്ഞ് ലാഘവത്തോടെ കാണുകയല്ല. ഇനിയും കുറഞ്ഞൊന്ന് കഴിയുമ്പോൾ കർത്താവ് ഇറങ്ങി വരും. എന്തിനാ വരുന്നേ? നമുക്കറിയാം. ക്രിസ്ത്യാനി എല്ലാം കൂടെ വാരിക്കെട്ടിക്കൊണ്ട് പോവാൻ മനസ്സിൽ ഇരിക്കത്തേ ഉള്ളൂ. കർത്താവ് വരുന്നത് തൻ്റെ സഭയെ ചേർക്കാൻ. അയ്യോ, അതേതായി സഭ? അപ്പോസ്തലപ്രവൃത്തി 2:37 മുതൽ താഴോട്ട് വായിക്കണം 47 വരെ. എന്താ? രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം, വിശ്വാസ സ്നാനം സ്വീകരിച്ചവരുടെ കൂട്ടം, ആത്മനിറവ് പ്രാപിച്ചവരുടെ കൂട്ടം, ഉപദേശമുള്ള കൂട്ടം, അപ്പം നുറുക്കുന്ന കൂട്ടം, കൂട്ടായ്മയായി കൂടി വരുന്ന കൂട്ടം, പ്രാർത്ഥന കഴിക്കുന്ന കൂട്ടം. ഇതാണ് പുതിയ നിയമസഭ. ആ സഭയിൽ ഷമീർ ആയാലും, സിയാദ് ആയാലും, നാരായണനായാലും, കറിയായാലും, മമ്മദൂട്ടി ആയാലും ആ സഭയെ ചേർക്കാനാണ് കർത്താവ് വരുന്നത്. അല്ലാതെ ക്രിസ്ത്യാനിയെ വാരിക്കെട്ടിക്കൊണ്ട് പോകാനാണ് വരുന്നതെങ്കിൽ ഒരു ചോദ്യം അങ്ങോട്ട് ഇട്ട് തന്ന് അവസാനിപ്പിക്കാം. വെളിപ്പാട് പുസ്തകത്തിൽ സഭ ദൈവസന്നിധിയിൽ എത്തിയ രംഗം ആത്മാവിൽ വെളിപ്പാട് കണ്ട യോഹന്നാൻ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതുവരെയും സഭ എന്ത് ചെയ്തിട്ടില്ല? പോയിട്ടില്ല. പക്ഷെ പോയ രംഗം ആത്മാവിൽ അവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഒരു കാര്യം വ്യക്തമായിട്ട് എഴുതി വെച്ചു. കേൾക്കണം. സകല ഗോത്രങ്ങളിൽ നിന്ന്, ഭാഷകളിൽ നിന്ന്, വംശങ്ങളിൽ നിന്ന്, ജാതികളിൽ നിന്ന് ആർക്കും എണ്ണിക്കൂടാൻ കഴിയാത്ത ഒരു മഹാപുരുഷാരം കുഞ്ഞാട്ടിന്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. അപ്പൊ വിവിധ ജാതി മതത്തിൽ നിന്ന്, ഭാഷയിൽ നിന്നുള്ളതെല്ലാം കൂടിച്ചേർന്ന ആ സംഘം എവിടെ ഉണ്ടെന്ന് ഉറപ്പായി. ദൈവസന്നിധിയിൽ ഉണ്ടെന്ന് സഭ പോകുന്നതിന് മുമ്പേ സ്വർഗം അടിവരയിട്ട് ഉറപ്പിച്ചു വെച്ചു. ആ കൂട്ടത്തിൽ നീയുണ്ടോ? നീ പറക്കും. രക്ഷിക്കപ്പെട്ട് വിശ്വാസ സ്നാനം സ്വീകരിച്ച് ആത്മനിറവ് പ്രാപിച്ച് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മയ്ക്ക് കടന്നു വന്ന് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു പോകുന്ന സഭ. ആ സഭയ്ക്ക് എന്ത് പേരിടണമെന്ന് നിങ്ങൾ തീരുമാനിച്ചോ? IPC എന്നോ AD എന്നോ ചർച്ച ബോർഡെന്നോ ശാലമെന്നോ ശാരി എന്ത് ബോർഡ് വേണമെങ്കിലും വെച്ചോ, എനിക്ക് പരാതിയില്ല. പിന്നെ എനിക്കൊരു അപേക്ഷയുണ്ട്. ഈ ബോർഡിനെ സ്നേഹിക്കാതെ കർത്താവിനെ വചനത്തെ സ്നേഹിക്കുക. മേപ്പോട്ട് ചെല്ലുമ്പോൾ സ്വന്തം ചർച്ചിന്റെ ബോർഡ് നോക്കി നടക്കാൻ തുടങ്ങിയാൽ കിലോമീറ്ററോളം നടക്കേണ്ടി വരും. അവിടെ അങ്ങ് ബോർഡില്ല. ചിലർക്ക് ഈ ബോർഡിനോടങ്ങ് ഭയങ്കര സ്പിരിറ്റാ. കർത്താവ് കള്ളനാന്നും പറഞ്ഞാലും ക്ഷമിക്കും, ബോർഡിനെ പറഞ്ഞടിക്കും. അതുകൊണ്ട് കർത്താവിനെ സ്നേഹിച്ചവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട്
ആത്മനിറവ് പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിതം നയിച്ചാൽ കണ്ണിമയ്ക്കുന്ന നേരത്തിനുള്ളിൽ നിനക്ക് കർത്താവിനോടുകൂടെ എടുക്കപ്പെടാം. അങ്ങനെ ഒരു വാക്ക് പറഞ്ഞ് നിർത്താൻ പോവാ. അങ്ങനെ നീ പോയില്ലെന്നിരിക്കട്ടെ. തിരുവനന്തപുരത്ത് ആര് പറഞ്ഞു എന്തൊരു പറ്റാനാന്ന്? പറ്റുന്ന എന്തരാന്ന്? വെളിപ്പാട് പുസ്തകം, വെളിപാടല്ല, ചിലർ പറയുന്ന വെളിപാട്, നല്ല വെളിവില്ലാത്തോണ്ടാ. വെളിപ്പാട് പുസ്തകം 8 മുതൽ 18 വരെയുള്ള അധ്യായം വീട്ടിൽ പോയി വായിച്ചിട്ട് ഇന്ന് രാത്രി സമാധാനത്തോടെ ഉറങ്ങിയെങ്കിൽ എന്നെ ഒന്ന് ഫോൺ വിളിച്ചേ. ഇത്രയും തൊലിക്കട്ടിയുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. നെഞ്ചത്തടിച്ചുകൊണ്ട് നീ പറയും എനിക്ക് ഇന്ന് സ്നാനപ്പെടണമെന്ന്. അത്രത്തോളം ഒരു നാശത്തിലേക്ക്, ഒരു ദുരന്തത്തിലേക്ക് ഈ ലോകം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നാളെയല്ല ഇതാകുന്നു രക്ഷാദിവസം, ഇതാകുന്നു സുപ്രസാദ കാലം. മാനസാന്തരപ്പെട്ട ദൈവകൽപ്പന അനുസരിച്ച് വിശുദ്ധിയിലും വേർപാടിലും കർത്താവിനെ ആരാധിച്ച് ജീവിക്കൂ. കർത്താവിനോടുകൂടെ എടുക്കപ്പെടും. അല്ലാത്ത പക്ഷം നിത്യമായ ശിക്ഷാവിധിയിലേക്ക് നീ കടന്നു പോകും. ഇതാണ് സുവിശേഷം, നിർമ്മലമായ സുവിശേഷം. സുവിശേഷത്തിന് ചെവി കൊടുത്തുകൊണ്ട് ദൈവകൽപ്പന അനുസരിച്ച് നിത്യജീവൻ പ്രാപിപ്പാൻ തിരുവൻമണ്ടൂർ ദേശത്തെ ആഹ്വാനം ചെയ്തുകൊണ്ട് വാക്കുകളിൽ നിന്ന് വിരാമം കുറിക്കുന്നു. ഈ ശബ്ദപരിധിയിൽ എന്നെ ശ്രമിച്ച എല്ലാ ബഹുമാന്യ പ്രിയപ്പെട്ടവരെയും ദൈവമായ കർത്താവ് നിത്യജീവനിലേക്ക് ആക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചും ആമേൻ ആശംസിച്ചും വാക്കുകളിൽ നിന്ന് വിരാമം കുറിക്കുന്നു. നിയോഗിക്കപ്പെട്ട ദൈവദാസന്മാർ പ്രാർത്ഥിച്ച് യോഗം അവസാനിപ്പിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.